വലൈക്കും അസ്സലാം. സലാം. ഡോക്ടർ മുസ്തഫ. യെസ്, ഡോക്ടർ സാബ് കയറി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും കയറി എന്ന് മനസ്സിലാക്കുന്നു. ഏകദേശം 73ഓളം ആളുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കൊരു 300ഓളം ആളുകൾ ഇതിൽ കയറാനുണ്ട്. 9 മണിയാണ് സമയം കൊടുത്തത്. ദുബായ് ഭാഗത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ ലിങ്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അവര് സമയം എടുക്കാൻ മതിയാവും. പിന്നെ അവരൊരു നിസ്കാരത്തിന്റെ ബ്രേക്ക് ഉണ്ട്. നമ്മുടെ അക്ബർക്ക ഇതിലുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ നമ്മള് ഇതില് ബാക്കിയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പറയുന്നത്, നമ്മൾ ഇന്നൊരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ സമയത്ത് നമ്മളൊരു ആൾത്തിരക്കിലേക്കും ജനക്കൂട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യത്തിൽ കുറച്ച് കൺസേൺ ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ ആരോഗ്യ കൺസേണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളൊക്കെ തീർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഇന്ററാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പരിചയസമ്പന്നനും പ്രഗത്ഭനുമായിട്ടുള്ള കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിലെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ മുസ്തഫ സാറാണ്. അദ്ദേഹത്തെ പിന്നെ ഹാജിമാർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഇത് ഏറ്റെടുത്ത് ഈ കാര്യങ്ങളൊക്കെ മുന്നിട്ട് വന്നു അദ്ദേഹം. ഏതായാലും വളരെ തിരക്ക് പിടിച്ച ആ സമയത്തിൽ നമുക്കൊരു സമയം കണ്ടെത്തി തന്ന അദ്ദേഹത്തിന് നമ്മളെല്ലാവരും വേണ്ടിയിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 10-15 മിനിറ്റ് അദ്ദേഹം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഓരോരുത്തരുടെയും സംശയങ്ങൾ, എനിക്ക് ആദ്യം എഴുതി കിട്ടിയ സംശയങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഹംനക്കോ ആർക്കെങ്കിലും മെസ്സേജ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതും ഷെയർ ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവരും കൂടെ സംശയങ്ങൾ തീർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ ഒരേ സിമിലർ ചോദ്യങ്ങൾ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക. പുതിയ പുതിയ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് 9:05 നമ്മൾ ഇൻഷാ അല്ലാ ക്ലാസ് ഇത് ആരംഭിക്കാം. അദ്ദേഹത്തെ ഇതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഒരിക്കലൂടെ ഗുഡ് ഹോപ്പ് ഹജ്ജ് ഉംറ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അപ്പോ എല്ലാവരും ഇത് ആരെങ്കിലും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് എന്താ പറയാ, മ്യൂട്ട് എല്ലാവരുടെയും ഒന്ന് മ്യൂട്ട് ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ കൂടി പിന്നെ ഞാനൊരു എലാബറേറ്റ് പ്രിപ്പറേഷൻ ഒന്നും ഇതിനു വേണ്ടി നടത്തിയിട്ടില്ല. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് തരാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹജ്ജിന് പുറപ്പെടുന്നത്, എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾ മാത്രമാണ് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും ബാക്കി പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഒരു ജനറൽ ആയിട്ടുള്ള പല ഇൻഫർമേഷൻസ് ഉണ്ട്, എല്ലാവർക്കും ബാധകമാകുന്ന, പിന്നെ രോഗമുള്ള ആളുകൾക്ക് ബാധകമാകുന്ന ചില ഇൻഫർമേഷൻസും പറയാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ചിലത് മ്യൂട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പോ ഒരു യാത്രക്കും നമ്മളൊരു പുറപ്പെടുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് എടുക്കുമല്ലോ. അപ്പോ അതിൽ നമ്മുടെ ഒരു ആരോഗ്യത്തിന്റെ കാര്യം കൂടി അതിലൊന്ന് നമ്മൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. അപ്പോ പ്രത്യേകിച്ച് ഇപ്പം നമ്മള് ഒരു നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. അതല്ലാതെ പൊതുവെ നമ്മൾ ഹജ്ജിന് പോകുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മധ്യവയസ്കരും പിന്നെ അതിൽ കൂടുതൽ പ്രായമുള്ള ആളുകളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ പല ആളുകൾക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരും ഉണ്ടാവാം. അപ്പൊ നമുക്കൊരു ബേസിക്കലി നമ്മൾ ഹജ്ജിന് പോകാൻ നമ്മൾ തീരുമാനിച്ച സ്ഥിതിക്ക് ഓൾറെഡി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഷുഗർ ഉള്ള ആളാണെങ്കിൽ ഷുഗർ, അല്ലെങ്കിൽ പ്രഷർ ഉള്ള ആളാണെങ്കിൽ പ്രഷർ, അല്ലെങ്കിൽ ഹാർട്ടിനോ ശ്വാസകോശത്തിനോ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ആ രോഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പുതിയ പ്രിസ്ക്രിപ്ഷനുമായിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഷുഗർ കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ മരുന്ന് ഒന്നുകൂടി മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ പ്രഷർ കൺട്രോൾ ഇല്ലെങ്കിൽ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഒരു പുതിയ ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പോകുന്നതിന് മുമ്പ് ഡോക്ടറോട് ഇങ്ങനെ പറയുന്നത് നന്നായിരിക്കാം. ഞാനിങ്ങനെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് പ്രിസ്ക്രിപ്ഷൻ തരണമെന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ ഒരു ഹജ്ജിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് ഒരു ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇനി കുറച്ചും കൂടി ആരോഗ്യമുള്ള ആളുകൾ നമുക്കൊരു ഫിറ്റ്നസ് ഒക്കെ അറിയണം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ഒരു കാർഡിയാക് ചെക്കപ്പും കൂടി വേണമെങ്കിൽ ഒരു ECG, എക്കോ, അതേപോലെ ട്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യാം. പക്ഷെ അത് വളരെ പ്രായമുള്ള ആളുകൾ അത് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. ECG, എക്കോ മാത്രം നോക്കിയാലും മതി, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്കൊരു ഫിറ്റ്നസ് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ആവശ്യം. അല്ലാത്തവർ അവർ ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് തന്നെ അതേ ഡോക്ടറുടെ അടുത്ത് ഒന്നും കൂടി പോയിട്ട് ഒരു പുതിയ പ്രിസ്ക്രിപ്ഷൻ വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് മുഖ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ എന്തൊക്കെ മരുന്നുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാവുമല്ലോ, അത് എന്തായാലും നമ്മൾ കൊണ്ടുപോകണം. അത് പുതിയ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ വാങ്ങിയിട്ട് തന്നെ കൊണ്ടുപോകണം. മാത്രമല്ല എപ്പോഴും ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്ക് എക്സ്ട്രാ മരുന്ന് കൂടി കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് ചിലപ്പോൾ ക്യാൻസൽ ആവുകയോ ഡിലേ ആവുകയോ ഇങ്ങനെയൊക്കെയുള്ള സാധ്യത ഉള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഹാർട്ടിന്റെ മരുന്നൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പൊ ആസ്പിരിൻ പോലത്തെ മരുന്ന്, ഒരു സ്റ്റെന്റ് ചെയ്ത ആളുകളാണ്, ബൈപ്പാസ് ചെയ്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് ആ മരുന്ന് നിർത്തുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ അതിനു വേണ്ടി ഓടി നടന്ന് മരുന്ന് കണ്ടുപിടിക്കാനും വാങ്ങാനും ഒക്കെ, പ്രത്യേകിച്ച് തിരക്ക് ഏറിയ ആ സമയത്ത്, ഹജ്ജിന്റെ സമയത്ത് മക്കയിൽ നമ്മൾ അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ മരുന്നുകളൊക്കെ കരുതുക. അത് ഈ പറഞ്ഞ പോലെ കുറച്ചേറെ എക്സ്ട്രാ കരുതുക എന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ നമ്മൾ വേറെന്ത് മരുന്നാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു യാത്രയിൽ കൊണ്ടുപോകേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് മരുന്നുകൾ ഉണ്ടാവും. മിക്കവാറും നിങ്ങൾ എല്ലാവരും പല ഗ്രൂപ്പുകളിലും ഇതിലും പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എങ്കിലും ഒരു 3-4 മരുന്ന് മാത്രം ഞാൻ പറയാറുണ്ട്. ഒരുപാട് മരുന്നുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3-4 മരുന്നുകൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്, ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഒന്ന് പാരസെറ്റമോൾ തന്നെയാണ്. ഈ ഡോളോ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ പാരസെറ്റമോൾ എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ, നമുക്ക് പനി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതല്ലാതെ ശരീരവേദന ഉണ്ടെങ്കിലും ഉപയോഗിക്കാം. അതൊരു നല്ല സ്ട്രോങ് പെയിൻ കില്ലർ അല്ല എങ്കിലും സാധാരണ രീതിയിലുള്ള ശരീരവേദന, പ്രത്യേകിച്ച് നമ്മൾ നടന്ന് തവാഫ് ചെയ്ത് കൂടുതൽ നടന്നൊക്കെ നമ്മുടെ കാലിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ട മറ്റൊരു മരുന്ന് അലർജിക്കുള്ള മരുന്നാണ്. സെട്രിസിൻ എന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർ എഴുതിത്തരും സെട്രിസിൻ എന്ന മരുന്നൊക്കെ. കാരണം ഈ തൊണ്ടവേദനയും മൂക്കടപ്പും ജലദോഷവും ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലുള്ളത് കൊണ്ട് ഈ അലർജിക്കുള്ള ഒരു മരുന്ന് കൂടി കഴിക്കുക. ഈ അലർജി നല്ലോണം ഉണ്ടെങ്കിൽ ശരിക്കും പാരസെറ്റമോളും അലർജിക്കുള്ള മരുന്നും കൂടി ചേർത്തും കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. പിന്നെ മറ്റൊരു പ്രശ്നം ആളുകൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയറിന് അസ്വസ്ഥത ഉണ്ടാകുക, പ്രത്യേകിച്ച് വെള്ളം മാറി അല്ലെങ്കിൽ ഭക്ഷണം മാറി എന്ന് വരുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. വയറുവേദന, അതിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പാൻറ്റപ്രസോൾ എന്ന് പറയുന്ന മരുന്ന്, പാൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മരുന്ന്. ഇതും നമ്മൾ കുറച്ച് കരുതുക. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് ഒരു 10-15 ടാബ്ലറ്റ്സ് കരുതിയാൽ മതിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുകൂടാതെ ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക്, 1-2 ആന്റിബയോട്ടിക്, കാരണം നമുക്ക് ഈ ഇൻഫെക്ഷൻ, തൊണ്ടവേദന വന്ന് അത് കഫക്കെട്ടായി മാറുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റി അങ്ങനെ എന്തെങ്കിലും ഉള്ള രീതിയിൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു കോമൺ ആയിട്ടുള്ള ആന്റിബയോട്ടിക്, അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിച്ച് എഴുതുന്നതായിരിക്കും നല്ലത്, ഞാൻ ഫോണിലൂടെ പറയുന്നതിനേക്കാളും. അപ്പൊ ഈ 3-4 മരുന്നാണ് നിർബന്ധമായിട്ട്. പിന്നെ ലൂസ് മോഷനുള്ള മരുന്ന്, ഛർദിക്കുള്ള മരുന്ന്, അങ്ങനെ പല മരുന്നുകളും വേണമെങ്കിൽ കരുതാം. പക്ഷെ അതൊക്കെ താരതമ്യേന കുറവായിരിക്കും. ഈ 4 മരുന്നുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരിക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മരുന്നിന്റെ കൂടെ ക്യാരി ചെയ്യാവുന്ന ഏറ്റവും വലിയ, നമ്മൾ സാധാരണ കൊണ്ടുപോകാത്ത ഒരു സാധനമാണ് ഈ മൗത്ത് വാഷ് എന്ന് പറയുന്നത്. നമ്മുടെ വായ കഴുകുന്ന ഒരു ആന്റിസെപ്റ്റിക് ലോഷൻസ് ഉണ്ട്. ഇപ്പൊ ബീറ്റാഡിൻ മൗത്ത് വാഷ് ഉണ്ട്, ഹെക്സിഡിൻ മൗത്ത് വാഷ് എന്നൊക്കെ പറഞ്ഞ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക എന്ന് വെച്ചാൽ, നമുക്ക് ഈ തൊണ്ടവേദന വരുന്നത് ഒഴിവാക്കാൻ. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ തൊണ്ടവേദന തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി ബ്രഷൊക്കെ ചെയ്ത് കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഗാർഗിൾ നമ്മൾ വായിൽ നമ്മളിത് കൊപ്പിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഇൻഫെക്ഷൻ ആയി മാറുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നമ്മൾ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ലിക്വിഡാണ്. അതും ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും. അത് ഈ ചില ആളുകളുണ്ട് യാത്രയിലൊക്കെ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ തൊണ്ടവേദന വരും അല്ലെങ്കിൽ ചുമ വരും എന്നുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇത് വളരെ പ്രയോജനപ്പെട്ടേക്കാം. അതാണ് ഇത്രയും വളരെ കുറച്ച് മാത്രം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ മരുന്നായിട്ട് കൊണ്ടുപോകേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് വാക്സിനെ കുറിച്ചാണ്. വാക്സിൻ നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും
ഇപ്പൊ പോകാൻ പുറപ്പെടുന്ന എല്ലാവരും മെനിഞ്ചോകോക്കൽ വാക്സിൻ എടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം അത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. അത് സൗദി ഗവൺമെന്റ് തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് എടുക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ എല്ലാവരും എടുത്തിരിക്കും. പക്ഷേ വേറെ ഒരു വാക്സിൻ ഉണ്ട്, അത് നമ്മൾ അധികം ആളുകളും എടുക്കുന്നില്ല, പക്ഷെ വളരെയധികം പ്രയോജനമുള്ള ഒരു വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സാധാരണ ഫ്ലൂ പനി ഉണ്ടല്ലോ, നമ്മൾ ഈ ഏതൊരു പിൽഗ്രിമേജ് ആണെങ്കിലും, ഇപ്പൊ ഹജ്ജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉംറ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ ഒരുപാട് പിൽഗ്രിമേജ് ഉണ്ടല്ലോ, കൂടുതൽ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ ഈ ഫ്ലൂ, നമുക്ക് എല്ലാവരും പറയാം ഉംറക്ക് പോയി കഴിഞ്ഞാൽ ഒരു പനി ഉറപ്പാണ്, ഒരു കഫ്കട്ട് ഉറപ്പാണ്, അല്ലെങ്കിൽ ഒരു ജലദോഷം ഉറപ്പാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിന്റെ കാരണം ഈ ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഫ്ലൂ വൈറസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഈ വൈറൽ പനി എന്ന് പറയുന്നത് സംഭവം ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഇതിനെതിരായിട്ട് ഇന്ന് നല്ല ഫലപ്രദമായിട്ടുള്ള വാക്സിൻ അവൈലബിൾ ആണ്. അത് ഓരോരോ വർഷവും ആ വാക്സിൻ പുതുക്കിക്കൊണ്ടേയിരിക്കും. കാരണം ഈ ഇൻഫ്ലുവൻസ വൈറസിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതും അതിന്റെ ഘടന മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത വാക്സിൻ ചിലപ്പോൾ ഇപ്പോഴുള്ള ഫ്ലൂ വൈറസിന് നമുക്ക് പ്രയോജനപ്പെട്ടുകൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫ്ലൂ വൈറസ് വാക്സിൻ അത് വളരെ സുലഭമായി ലഭിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു 1500-2000 രൂപയൊക്കെയാണ് അതിന്റെ വില വരുന്നതെന്ന് തോന്നുന്നു. അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പങ്ക്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഉംറക്ക് പോയി വരുമ്പോഴേക്കും എല്ലാവർക്കും ചുമയായിരിക്കും. ഈ ഉംറ കഴിഞ്ഞ് തിരിച്ച് അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഫ്ലൈറ്റിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറഞ്ഞ ഈ വാക്സിന് ഇപ്പോൾ അധിക സ്ഥലങ്ങളിലും ലഭ്യമാണ്. അതൊന്ന് എടുക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾക്ക് പ്രായം കൂടുതലുള്ള ആളുകൾ, കാരണം അവർക്കാണ് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിടപ്പിലായി പോവുക, അല്ലെങ്കിൽ ക്ഷീണം വന്നു പോവുക, മറ്റുള്ള ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിൽ ഒരു ഫ്ലൂ വൈറസ് വന്നു കഴിഞ്ഞാലും 2 ദിവസം പനിച്ച് അവരങ്ങനെ റിക്കവർ ആവും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും റെക്കമെൻഡഡ് ആണ്. പക്ഷെ പ്രായം കൂടുതലുള്ള 60 വയസ്സ് 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അത് കൂടുതൽ റെക്കമെൻഡഡ് ആണ്. പിന്നെ മറ്റൊരു വാക്സിനും കൂടി എനിക്ക് പറയാനുള്ളത് ന്യൂമോകോക്കൽ വാക്സിൻ. നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്ന കഫക്കെട്ട് കൂടുതലായി സീരിയസ് ആയി ന്യൂമോണിയ ആകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വരുന്നതിന്റെ കാരണക്കാരനായ ബാക്ടീരിയയെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് ന്യൂമോകോക്കൽ വാക്സിൻ. ഇത് എല്ലാവർക്കും പരക്കെ ഞാൻ പറയുന്നില്ല. ആദ്യം പറഞ്ഞ ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാവർക്കും എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ന്യൂമോകോക്കൽ വാക്സിൻ ഈ ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകൾ, ഹാർട്ട് ഡിസീസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്തത് മാത്രമല്ല, അവർക്ക് വേണമെന്നില്ല. ഹാർട്ട് ഓൾറെഡി അറ്റാക്ക് ഒക്കെ വന്ന് പമ്പിങ് വീക്കായ ആളുകൾ ഉണ്ടാവും. ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്, ബൈപ്പാസ് കഴിഞ്ഞതാണ് എന്നതല്ല അതിന്റെ ക്രൈറ്റീരിയ. ഹാർട്ട് വീക്കായ ആളുകൾക്കാണ് അതിന്റെ ആവശ്യം വരുന്നത്. അതേപോലെ തന്നെ ഈ ശ്വാസം മുട്ടലുള്ള ആളുകൾ, ആസ്മ ഉള്ള ആളുകൾ, ഈ പണ്ട് കുറെ കാലം സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് COPD എന്ന് പറയുന്ന രോഗമുള്ള ആളുകൾ, പിന്നെ കിഡ്നി ഫെയിലിയർ ഉള്ള ആളുകൾ, ഇത്തരം ആളുകൾക്ക് ഇത് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആണ് ഈ ന്യൂമോകോക്കൽ വാക്സിൻ. എന്ന് വെച്ചാൽ ന്യൂമോണിയ വരുന്നതിനെ തടയുന്ന. ഇപ്പൊ ഒരു കഫക്കെട്ട് വന്ന് പെട്ടെന്ന് അത് ഇവരുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയത് കാരണം അതൊരു ന്യൂമോണിയ ആയി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഒഴിവാക്കാൻ, പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുള്ള, ആരോഗ്യപരമായി വളരെ വലിയ പ്രശ്നങ്ങളുള്ള ആളുകൾ മാത്രം എടുത്താൽ മതിയാകും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹജ്ജിന് അവിടെ എത്തി നമ്മൾ പല ആളുകളും കുറെ നേരത്തെ എത്തുന്നവരുണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ട് എത്തുന്നവരുണ്ട്, 2-3 ആഴ്ചകൾ അവിടെ ഹജ്ജിന്റെ മുമ്പ് ലഭിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ നമുക്കറിയാം, ഇപ്പൊ കാലാവസ്ഥ നല്ല സമ്മറാണ്, നല്ല ചൂടുള്ള കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ, വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഭയങ്കര അധികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ചിലപ്പോൾ ഹറമിലേക്കൊക്കെ പോയി തിരിച്ചു വരാനൊക്കെ ഒരുപാട് ലേറ്റ് ആവുമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ക്യാരി ബാഗിൽ ആക്ച്വലി ഒരു കുപ്പി വെള്ളവും നമ്മൾ കൊണ്ടുപോകുന്നത് നല്ലതാണ്. പിന്നെ അത് പറയുമ്പോൾ നമ്മൾ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് പല ആളുകൾക്കും ഒരു വലിയ സംശയമാണ്. ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് ഒരു ആവറേജ് ഒരു 3 ലിറ്റർ ഒക്കെയാണ് നമ്മൾ കുടിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നല്ല വെയിലും വേർപ്പുമുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. നേരെ മറിച്ച് നല്ല തണുപ്പുള്ള സിറ്റുവേഷൻ, നമ്മൾ AC-ന്റെ അകത്ത് മാത്രം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം അധികം കുടിക്കണമെന്നില്ല. പക്ഷെ അതിന് സിമ്പിൾ ആയിട്ട് ദാഹമാണ് അതിന് നമുക്കൊരു ഇൻഡിക്കേറ്റർ. ദാഹം വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ മറ്റൊരു എളുപ്പ വഴി, നമുക്ക് വെള്ളം, നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറവാണോ എന്ന് അറിയാൻ നമ്മുടെ മൂത്രം, യൂറിന്റെ കളർ നോക്കിയാൽ മതി. വളരെ ഡാർക്ക് ആയിട്ടുള്ള കളറിലാണ് യൂറിൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്, നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നല്ല വെള്ളം കുടിക്കുകയും പിന്നീട് അത് വീണ്ടും ആ യൂറിന്റെ കളർ ക്ലിയർ ആകുന്നതോട് കൂടിയിട്ട് നമ്മളെ ഡീഹൈഡ്രേഷൻ
കറക്ഷൻ ആയി എന്നും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഭക്ഷണ കാര്യത്തിനെ കുറിച്ച്, ഭക്ഷണം നമ്മൾ ഈ ഒരു അവസരത്തില് നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ട് റെസ്ട്രിക്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ നമ്മൾ ആളുകളൊക്കെ ഇപ്പൊ ഷുഗറുള്ള ആളുകൾ എല്ലാവരും വളരെ കുറച്ച് ഭക്ഷണം ഓവർ റെസ്ട്രിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ അവിടെ കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള ആളാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് ഷുഗർ ഉള്ള ആൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന പണിയായിരിക്കും. അവിടെ എത്തി നമ്മൾ തവാഫ് ചെയ്യാനും കുറെ നടത്തവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു മാന്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. പക്ഷെ അതേ സമയത്ത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനും പാടില്ല. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. വളരെ കുറച്ചും കഴിക്കരുത്, അതേപോലെ വയറ് നിറച്ച് കഴിച്ച് ബുദ്ധിമുട്ടാകുന്ന രീതിയിലും കഴിക്കരുത് എന്നാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ രണ്ട് കാര്യത്തിലും നമ്മൾ ഹൈജീൻ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ ഹജ്ജിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈറൽ ഇൻഫെക്ഷൻ ആണ്. ചുമയും തൊണ്ടവേദനയും പനിയുമാണ്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, അതിന് വാക്സിൻ എടുക്കാം എന്ന് പറഞ്ഞു. ഇനി അതിന് നമുക്ക് മറ്റൊരു കാര്യം മാസ്ക് ആണ്. മനസ്സിലായില്ലേ? മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മാസ്ക് ഉപയോഗിക്കുന്നതും നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള, നമ്മൾ എല്ലാ സമയത്തും ഹോട്ടലിൽ ഇരിക്കുമ്പോഴും റൂമിലിരിക്കുമ്പോഴും അങ്ങനെ നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ക്രൗഡഡ് ആയിട്ടുള്ള, ജനം തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ മാസ്ക് ഉപയോഗിച്ചാൽ മതി. അതല്ലാത്ത സമയത്ത് മാസ്ക് ഉപയോഗിക്കണം നിർബന്ധമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം മാസ്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചാൽ അതുകൊണ്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ മറ്റൊന്ന്, മാസ്ക് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾ ചുമയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചുമ വന്നിട്ട് വൈറൽ ചുമയായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പടരാൻ വളരെ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് വരാതെ നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ ഈ ഏറ്റവും വലിയ പ്രശ്നമായ ഈ ചുമയെ നമുക്ക് തടയാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഭക്ഷണത്തിൽ കൂടി വരാവുന്നതാണ്, വെള്ളത്തിൽ കൂടി. ഇപ്പം നമ്മളെ ഒരു വയറിനുള്ള അസ്വസ്ഥത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നമുക്ക് ഈ വെള്ളത്തിൽ കൂടിയോ ഭക്ഷണത്തിൽ കൂടിയോ രോഗാണുക്കൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ സേഫ് ആയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക. നമ്മൾ അത് നമുക്ക് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തി. ഇപ്പൊ സംസം വെള്ളം നമുക്കറിയാം, അത് വളരെ സേഫ് ആയിട്ടുള്ള വെള്ളമാണ്. അതേപോലെ തന്നെ ഹോട്ടലിൽ നിന്നോ മറ്റോ നമ്മൾ നല്ല വെള്ളം മാത്രം, അത് പ്യൂരിഫൈഡ് ആണ് അല്ലെങ്കിൽ ഫിൽറ്റേർഡ് ആണ് എന്ന് മനസ്സിലാക്കിയ വെള്ളം മാത്രം കഴിക്കുക. കാരണം പ്രത്യേകിച്ച് ഈ പിൽഗ്രിമേജ് ഉള്ള ഒക്കേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ വാട്ടർ ബോൺ ഡിസീസ് ആണ്, വെള്ളത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയാണ്. അതേപോലെ തന്നെ ഭക്ഷണവും വളരെ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ പറ്റും. പിന്നെ ഈ മാസ്ക് ധരിക്കേണ്ട പ്രത്യേകിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്നി പേഷ്യൻസോ അല്ലെ ഹാർട്ട് പേഷ്യൻസോ അല്ലെങ്കിൽ ഈ പോലെ ആസ്മ പോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾ ആ കാര്യത്തിൽ ഒന്നുകൂടി ഒരു എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മള് ഈ പല ആളുകൾക്കും എനിക്കറിയാം, ഈ ഹജ്ജിന് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് 2-3 ആഴ്ച നേരത്തെ പോകുന്ന ആളുകള് വന്ന ആവേശത്തിൽ നമ്മൾ ഒരുപാട് തവാഫ് ചെയ്ത് ഒരുപാട് നടന്ന് അവസാനം ഹജ്ജ് ആവുമ്പോഴേക്ക് ആ നിർബന്ധ കർമ്മം ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥ പല ആളുകൾക്കും കണ്ടിട്ടുണ്ട്. അവസാനം പിന്നെ ഹജ്ജിന്റെ കർമ്മം വീൽ ചെയറിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പോൾ നിങ്ങൾ ഈ 1 മാസത്തേക്ക് പോവുകയാണെങ്കിലും അതിലും ഏറ്റവും മുഖ്യമായ ദിവസങ്ങൾ ഈ ഹജ്ജിന്റെ 2-3 ദിവസമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗോള്. അപ്പൊ അതിനുവേണ്ടി നമ്മൾക്കുള്ള ആരോഗ്യം, ഞാൻ നല്ല ആരോഗ്യമുള്ളവരെ പറ്റിയല്ല പറയുന്നത്, നമുക്കൊരു പ്രായം കൂടുതലായ ആളുകളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ അവരുടെ ആരോഗ്യത്തെ അവര് കുറച്ച് റിസർവിൽ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെന്ന ഉടനെ തന്നെ ഒരുപാട് തവാഫ് ചെയ്ത് മറ്റുള്ള ആളുകൾ, തൊട്ടടുത്തുള്ള ആളുകൾ ഒരുപാട് ഉംറ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പോയിട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനൊരു ആവേശം ഉണ്ടായിരിക്കാം. അതൊക്കെ ഇബാദത്തുകളാണ്, അതിനൊന്നും കുറയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മളുടെ മുഖ്യമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം ആ ഹജ്ജ് സേഫ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ എക്സേർട്ട് ചെയ്ത് ഒരുപാട് ശരീരത്തിന് അധ്വാനം കൊടുത്ത് നമ്മൾ ചിലപ്പം ചില ആളുകളുണ്ട് ഇതേപോലെ, ഏതായാലും വന്നതല്ലേ, ഒരിക്കലല്ലേ വരൂ, കിട്ടിയതല്ലേ ചാൻസ് എന്ന് പറഞ്ഞ് ഉറക്കമൊക്കെ ഒഴിച്ച് രാത്രിയും പകലും മുഴുവനും ഇബാദത്തും പിന്നെ ഹറമിൽ തന്നെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഇബാദത്ത് ആയതുകൊണ്ട് ഞാൻ അതിനൊന്നും ആ രീതിയിൽ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത്, അത് നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് അത് ചെയ്യുന്നതിന് തടസ്സവുമില്ല. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്ത് ഉറങ്ങാതെ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാതെ നമ്മൾ നടന്ന് പിന്നെ ഇൻഫെക്ഷൻ വന്ന് അവസാനം ഹജ്ജിന്റെ സമയത്ത് വളരെ സിക്കായിട്ട് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തരുത് എന്നുള്ളതാണ്. കാരണം ഞാൻ പോയ സമയത്ത് ഇങ്ങനെ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതാണ് ആ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും, ഈവൻ ഇബാദത്തിൽ പോലും ഒരു മിതത്വം പാലിക്കുക എന്നുള്ള ഒരു ഉപദേശമാണ് എനിക്ക് അതിനെക്കുറിച്ച്. പിന്നെ അതേപോലെ മറ്റൊരു മുഖ്യമായിട്ടുള്ള കാര്യം ഈ ഉറക്കം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ശരിക്കും എല്ലാ മനുഷ്യർക്കും റെസ്റ്റ് മസ്റ്റാണ്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടത് 6 മുതൽ 8 മണിക്കൂർ ഉറക്കമാണ്. സാധാരണ നമ്മൾ പല സമയങ്ങളിലും ചിലപ്പോൾ നോമ്പ് കാലത്തൊക്കെ ഇബാദത്തിന് വേണ്ടിയിട്ട് അതിൽ ഉറക്കമൊഴിച്ച് നമ്മൾ ഇബാദത്തിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട്, ശരിയാണ്. പക്ഷെ ഇവിടെയും അതേപോലെ നിങ്ങൾക്ക് ഇബാദത്തിനുള്ള സമയം കൂടുതൽ ചെലവഴിക്കാം. പക്ഷെ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ തന്നെ ചെന്ന് കൂടുതൽ ഇബാദത്തും ചെയ്ത് ഉറക്കമൊഴിച്ച് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാതെ വെള്ളം ശരിക്കും കുടിക്കാതെ അവസാനം നമ്മൾ രോഗിയായി അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ശരിക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഒരു മാന്യമായ ഉറക്കം നമ്മൾ എന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പ്രമേഹ രോഗികള് നമ്മൾ ഇടക്കിടക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഒരു ഗ്ലൂക്കോമീറ്റർ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കാരണം നമ്മളെ ഷുഗർ വല്ലാതെ ഡൗൺ ആയി പോവുകയോ അല്ലെങ്കിൽ വല്ലാതെ കൂടി പോവുകയോ ചെയ്യുന്നത് ഒന്ന് മനസ്സിലാക്കാൻ. പിന്നെ BP ഉള്ള പേഷ്യൻസ് ഒക്കെ ഇവിടുന്ന് BP ഒക്കെ മെഷർ ചെയ്ത് പോയാൽ മതി. അത് കൂടെ അവിടുന്ന് മെഷർ ചെയ്യേണ്ടത് ആവശ്യമില്ല എന്നാണ്. നിങ്ങൾ മരുന്ന് റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഒക്കെ വരികയുള്ളൂ. നമ്മൾ മരുന്ന് നിർത്തിയെങ്കിൽ മാത്രമാണ് ഇത് വലിയ ഫ്ലക്ച്വേഷൻ വരികയുള്ളൂ. അപ്പോൾ കൂടെ അത് നോക്കി അതിനെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതേപോലെ മറ്റ് കൊളസ്ട്രോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനിടക്ക് നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് ചെക്ക് ചെയ്യണ്ടല്ലോ. അതൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലേക്ക് ഒരു ചുരുങ്ങി ഒരു സമയത്തിൽ വന്ന കാര്യങ്ങൾ. അതാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത്. ഇനി എനിക്ക് തോന്നുന്നു ഇൻഷാ അല്ലാ നമുക്ക് പല ആളുകളുടെ വ്യക്തിപരമായ ഓരോരുത്തർക്കുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിന് അവസരം ഒരുക്കാം. അതിൽ എന്നാൽ കഴിയുന്നത് ഞാൻ പറയാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ശ്രവിച്ച എല്ലാവർക്കും എന്താ പറയാ, ഞാൻ എൻ്റെ എന്താ പറയാ, ഇതിന് പോകുന്ന ഹജ്ജാജിമാർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്നും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെയും ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടറെ, പിന്നെ ഇപ്രാവശ്യം പിന്നെ ഇൻഫ്ലുവൻസ വാക്സിനും മാൻഡേറ്ററി ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. തന്നെ? ഒന്നാ എനിക്ക് അറിയില്ല. ഓക്കെ. അത് ഭയങ്കര ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിൽ മാത്രം ഹജ്ജിനുള്ള ഒരു മാൻഡേറ്ററി ആയിരുന്നു. ഉംറക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കുന്നില്ല. ഈ ഉംറക്ക് വരുന്ന ആളുകൾ, തിരിച്ചു വരുന്ന ആളുകളൊക്കെ അന്നൊരു ഫ്ലൈറ്റിൽ ഞാൻ കയറിയുണ്ടായി. അതിൽ 90% ആളുകളും അവിടെ മുതൽ ഇവിടെ വരെ ചുമച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഉംറക്ക് പോയതല്ലായിരുന്നു, നടുവിൽ ദുബായിൽ നിന്ന് ആ ഫ്ലൈറ്റിൽ കയറിയത്. അതിലാകും ഞാൻ വിചാരിച്ചു നാട്ടിലെത്തുമ്പോഴേക്കും നമുക്കൊരു ഇൻഫ്ലുവൻസ് കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം അത്ര ആളുകൾ ചുമച്ചുകൊണ്ടിരിക്കാൻ. ഇത് ശരിക്കും അത് അവരുടെ സഫറിങ്ങും ഭയങ്കരമാണ്. ആക്ച്വലി ഈ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് നല്ലൊരു പങ്ക് തടയാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊരു ആ ഒരു ബോധവൽക്കരണം, കാരണം അത് കമ്പൽസറി അല്ല ആണെങ്കിൽ വളരെ നന്നായി. ഇൻഫ്ലുവൻസ വാക്സിന് 65 വയസ്സ് കഴിഞ്ഞവർക്കാണ് കമ്പൾസറി ഉള്ളത്. 50 വയസ്സ് പിന്നെ സ്ഥിരമായിട്ട് മരുന്നും കുറച്ച് ബോഡി വീക്കൊക്കെ ആയ ആളുകൾക്ക് 50 വയസ്സ് കഴിഞ്ഞവർക്കും അവര് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ആക്ച്വലി അത് വേണ്ട, എല്ലാവർക്കും എടുക്കാന്നാ ഞാൻ പറയുന്നത്. എല്ലാവർക്കും എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, യുവാക്കൾക്കും എടുക്കുന്നതല്ല. കാരണം ഇത് എന്തുകൊണ്ടാണ് അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാല്, അവർക്ക് ഈ ഫ്ലൂ വൈറസ് വന്നു കഴിഞ്ഞാൽ, ഫ്ലൂ വൈറസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വൈറസ് ആണല്ലോ. ഈ സാധാരണ ജലദോഷപ്പനി എന്ന് പറയുന്ന സാധനമാണത്. നമ്മുടെ നാട്ടിൽ അത് വന്നു കഴിഞ്ഞാൽ ഒരു 5 ദിവസം ഒരു 7 ദിവസം കൊണ്ട് മാറും. പക്ഷെ ഇത്തരം സ്ഥലങ്ങളിൽ, ഈ പിൽഗ്രിമേജ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വൈറസ് കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ സ്ട്രെയിൻ ഉള്ള സാധനമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ വന്ന് 2-3 ആഴ്ച ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് ആരോഗ്യം കുറവുള്ള ആളുകൾക്ക് അത് നിർബന്ധമാക്കാൻ കാരണം അത് മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ്. അത് യുവാക്കൾക്കും നമുക്കത് ഒഴിവാക്കുന്നതിന് വേണ്ടി അത് എടുക്കുന്നതാണ് നല്ലത്. യുവാക്കൾക്കും അത് എടുക്കാവുന്നതാണെന്ന് എനിക്ക് അഭിപ്രായം. ഇനി ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്ലാത്ത വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. ഞാൻ ഹാരിസ് ആണ്. ഡോക്ടർ, കോമൺ ആയിട്ടുള്ള മരുന്നിന്റെ ലിസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ?
അത് ആക്ച്വലി അത് നല്ലൊരു ആശയമാണ്. ആക്ച്വലി നമുക്ക് ഈ പല പേഷ്യൻസും നമ്മുടെ പേഷ്യൻസ് ഒക്കെ അതിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ കാർഡിയാക് മെഡിസിൻ അല്ലാത്ത ഇതേപോലെ കോമൺ ആയിട്ടുള്ള മെഡിസിന്റെ ലിസ്റ്റും ചോദിക്കാറുണ്ട്. അപ്പം ഞാനൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് പ്രിസ്ക്രൈബ് ചെയ്ത് ഇതിന്റെ ആളുകൾക്ക് നൽകി നിങ്ങൾക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ ചെയ്യാം. ഈ ഇൻഫ്ലുവൻസ വാക്സിന് എപ്പോഴാണ് എടുക്കേണ്ടത്? നമ്മളെ യാത്രയുടെ അടുത്തുകൊട്ടാണോ അല്ലെങ്കിൽ നേരത്തെ എടുത്ത് വെക്കണോ? അതെ, ആക്ച്വലി ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് അതിനൊരു 1 year ഒക്കെയാണ് മാക്സിമം അതിന്റെ ഒരു എഫക്റ്റ് ഉള്ളൂ. സാധാരണ അത് റെക്കമെൻഡ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച മുമ്പ്, പോകുന്നതിന്റെ 2 ആഴ്ചയെങ്കിലും മുമ്പിൽ എടുത്താലാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് മാക്സിമം കിട്ടുക. 2 ആഴ്ച ഇല്ല, അതിന് 1 ആഴ്ച ഉള്ളൂ, നമ്മൾ പോകാൻ തുടങ്ങിയ 1 ആഴ്ച ഉള്ളൂ എങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ഏറ്റവും ഐഡിയൽ ടൈം 2 ആഴ്ച മുമ്പാണ്. ഇവിടെ ഫസ്റ്റ് ബാച്ച് 12-നാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു സമയമുണ്ട്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. അത് ചെറിയൊരു തൊലിയുടെ അടിയിൽ എടുക്കുന്ന ഒരു ചെറിയൊരു ഇഞ്ചക്ഷനാണ്. നമ്മൾ ഇൻസുലിൻ ഒക്കെ വെക്കുന്ന പോലെ ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ വെക്കാവുന്നേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഹലോ, 65 വയസ്സ് കഴിഞ്ഞ ആൾക്ക് 2 ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. അത് എന്തിൻ്റെതാണ്? ഒന്ന് ജാസ്തി. അപ്പൊ ഇത് രണ്ടും ആയിരിക്കും. ഒന്ന് ന്യൂമോക്ക്, എല്ലാവർക്കും പറഞ്ഞ മെനിഞ്ചോക്കൊക്കെ നമ്മളെ ഈ ബ്രെയിൻ ഫീവർ വരാതിരിക്കാൻ. കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആയതുകൊണ്ടാണ് അത് പണ്ട് നിർബന്ധമാക്കിയിരുന്നത്. പണ്ടും ഇപ്പോഴൊക്കെ നിർബന്ധമാക്കിയിരുന്നത്. അതായിരിക്കും ഒന്ന്. രണ്ടാമത്തത് ഇൻഫ്ലുവൻസ വൈറസ് ആയിരിക്കും. ഓക്കെ. അസ്സലാമലൈക്കും. അപ്പൊ ഈ 2 ഇഞ്ചക്ഷൻ വെച്ചവർക്ക് വേണ്ട ഇൻഫ്ലുവൻസന്റെ വാക്സിനേഷൻ വേണ്ടി വരില്ല. ഓക്കെ. ഒരു സംശയം കൂടെ. ഈ ലേഡീസ് ആണെങ്കിൽ അവരെ ഈ പീരീഡുമായിട്ട് എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കോമൺ ആയിട്ട് പറയാൻ പറ്റുമോ ഡോക്ടർ? അത് ആക്ച്വലി ഞാനിപ്പോ ആ കാര്യത്തെ കുറിച്ച് ഡീൽ ചെയ്യുന്നില്ലെങ്കിലും അത് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് പല ആളുകളും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലൊക്കെ തന്നെ പല ആളുകളും പോകുമ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പീരീഡ്സിനെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ, ഇപ്പം ആ സമയത്തിനുള്ളിൽ നമുക്ക് പീരീഡ്സ് വന്ന് പോകുമെന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഹജ്ജിനെ അത് ബാധിക്കില്ല എന്നുണ്ടെങ്കിലും എടുക്കേണ്ടതില്ല. പക്ഷെ ഹജ്ജിന്റെ തൊട്ട് മുൻപത്തെ സമയത്തൊക്കെ ഈ പീരീഡ്സിന് ഒരു ഡേറ്റ് വരുന്ന ആളുകൾക്ക് അതിനെ നീട്ടാനുള്ള മരുന്നുണ്ട്. അത് നമുക്ക് എന്നാണോ സൗകര്യം, ഇപ്പൊ ഹജ്ജെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആകുന്നത് വരെ ആ മരുന്ന് തുടർന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അതോട് കൂടിയിട്ട് പിന്നെ രണ്ടാമത് മെൻസസ് വരുന്നത് പോലെയുള്ള ഒരു പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറയും. ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിച്ചാൽ മതി. അത് ഓക്കെ. ഡോക്ടർ, സംശയം. ഈ ത്രോട്ട് ഇൻഫെക്ഷൻ കോമൺ ആയിട്ട് വരുന്നതാണ്. ത്രോട്ട് ഇൻഫെക്ഷൻ എനിക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ത്രോട്ട് ഇൻഫെക്ഷൻ. പ്രത്യേകിച്ച് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ത്രോട്ടിന് അതൊരു സോർ ത്രോട്ട് ആയിട്ട് മാറും. പിന്നെ അത് പനിയായിട്ട് മാറും. പിന്നെ ഇൻഫെക്ഷൻ ആയിട്ട് പോകും. ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ? എക്സാക്ട്ലി, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആക്ച്വലി എനിക്കും പേഴ്സണലി ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കുറെ ലോങ് ട്രാവലിംഗ് ഒക്കെ ഉണ്ടായാലും വരുന്ന ഒരു പ്രശ്നമാണ്. അതിന് ബെസ്റ്റ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഒന്ന് വെള്ളം, നമുക്ക് ചുടുവെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിനെ വരുന്നതിനെ നമുക്ക് കുറെ തടയാൻ പറ്റും. പിന്നെ രണ്ടാമത് തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, നാളെ ആകുമ്പോഴേക്കും അത് കൂടുമെന്നുണ്ടെങ്കിൽ ഈ ഗാർഗിൾ ചെയ്യാം. നമ്മൾ ഈ മരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീറ്റാഡിൻ മരുന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കൊണ്ടുപോകാവുന്ന മരുന്നുകളുടെ ലിസ്റ്റിൽ വേണമെങ്കിൽ അതും കൂടി ചേർക്കാം. ഈ മൗത്ത് വാഷ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഫാർമസിയിലൊക്കെ, മൗത്ത് വാഷ്. അത് എടുത്തിട്ട് നമ്മൾ വായ കഴുകിയാൽ പോരാ, നമ്മളെ തൊണ്ട കഴുകണം. നമ്മൾ ഗാർഗിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കൊപ്പിളിക്കാന്ന് പറയല്ലോ. ആ രീതിയിൽ തൊണ്ടയിലേക്ക് ആ മരുന്ന് എത്തുന്ന പോലെ. അത് എപ്പോൾ പ്രത്യേകിച്ച് ചെയ്യണം എന്ന് വെച്ചാൽ 2-3 നേരം ചെയ്യാമെങ്കിലും രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വെള്ളമൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞതിന് അതിനുശേഷം പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. നമ്മുടെ തൊണ്ടയിലും വായിലും ഈ ആന്റിസെപ്റ്റിക് മെഡിസിൻ അങ്ങനെ നിൽക്കുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ,
എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടിയാണ്. ആ ഇൻഫെക്ഷൻ വന്നിട്ട് ഫ്ലെയറപ്പായി കൂടുതൽ പ്രശ്നമാകുന്നത് നമുക്ക് തടയാൻ പറ്റും. ഭയങ്കര റോളുണ്ട്. പിന്നെ അത് കൂടാതെ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആന്റിഹിസ്റ്റമിൻ അലർജിക്കുള്ള ഗുളിയും ഒരു പാരസ്റ്റമോളും കഴിക്കുന്നതും ഭയങ്കര ഉപകാരപ്രദമാണ്. പിന്നെ തണുപ്പുള്ള വെള്ളം ഒഴിവാക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് അത് പറ്റാത്ത ആളുകളാണെങ്കിൽ തണുത്തത് ഒഴിവാക്കുക എന്നുള്ളത് ഭയങ്കര മുഖ്യമാണ്. മാത്രമല്ല നമുക്ക് ഈ ചൂടുള്ള വെള്ളം ഇടക്കിടക്ക് കുടിക്കുന്നത് നമുക്ക് ഈ തൊണ്ടയുടെ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് ഇൻഫെക്ഷൻ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇത് ചൂടുവെള്ളം ഇത് ഒരു ഫ്ലാസ്ക് ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാം. ഡോക്ടർ, നമ്മള് ഈ ഫാർമസിയിൽ കിട്ടുന്ന സെൻസോഡൈൻ പോലെയുള്ള മൗത്ത് വാഷ് ആണോ ഉദ്ദേശിച്ചത്? അതെ, സെൻസോഡൈൻ മൗത്ത് വാഷ് ആണോ? അത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റേ സെൻസിറ്റിവിറ്റി ഒഴിവാക്കാനുള്ള പല്ലിന് അതല്ല. ആന്റിസെപ്റ്റിക് സാധനങ്ങൾ, ആന്റിബയോട്ടിക് പോലത്തെ സാധനങ്ങളുള്ള അതിന് രണ്ടെണ്ണമാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. ഒന്ന് ബീറ്റാഡിൻ മൗത്ത് വാഷ്. ബീറ്റാഡിൻ എന്ന് പറയുന്നത് നമ്മൾ മുറിവൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ പെർസെന്റേജ് കുറഞ്ഞ സാധനം കിട്ടാനുണ്ട്. അത് മൗത്ത് വാഷ് ആയിട്ട് തന്നെ കിട്ടും, ബീറ്റാഡിൻ മൗത്ത് വാഷ്. ഒന്നുകിൽ അതല്ലെങ്കിൽ ഹെക്സിഡിൻ മൗത്ത് വാഷ് എന്ന് പറഞ്ഞത്, ഹെക്സിഡിൻ, ക്ലോറക്സിഡിൻ എന്നൊക്കെ പറയും. ഈ മൗത്ത് വാഷ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ബീറ്റാഡിൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അതിനേക്കാളും ഈ ഹെക്സിഡിൻ മൗത്ത് വാഷ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതെടുത്ത് നമ്മൾ ഒരു 5 ml to 10 ml മതി നമ്മളെ തൊണ്ടയിലേക്ക് എത്തണം. അവിടെയാണ് നമ്മൾ പ്രിവെന്റ്, അവിടെ നിന്നാണ് ഇൻഫെക്ഷൻ വരിക. അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നന്നായിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ തണുത്തത് ഒഴിവാക്കുക, രാത്രി കിടക്കുമ്പോൾ തണുത്ത്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ തണുത്ത് തിന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ചൂടുവെള്ളം ഉടനെ തന്നെ കുടിക്കണം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തണുത്തത് കഴിച്ചതിന്റെ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡോക്ടറെ, ഞാൻ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റ് ആണ്. അപ്പൊ 5 ദിവസം നമ്മൾ അറഫയിലും അവിടെ ആണല്ലോ. അപ്പം ഈ ഇൻസുലിൻ കൊണ്ടുപോകാൻ കഴിയൂലോ? ഇൻസുലിൻ കൊണ്ടുപോകാൻ പറ്റില്ലേ? ഇൻസുലിൻ ഫ്രിഡ്ജിൽ വെക്കണ്ടേ? അല്ല, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഓക്കെ അത് ചില ഫ്രിഡ്ജിൽ എന്ന് വെച്ചാൽ ഒരു നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ മതി. പക്ഷെ അവിടെ ടെമ്പറേച്ചർ അധികമാണെങ്കിൽ അതിന്റെ എഫിക്കസി കുറയാനുള്ള സാധ്യതയുണ്ട്. മരുന്ന് കഴിച്ചാൽ മതിയോ 5 ദിവസം? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസുലിന്റെ ഡോസിന് കണക്കാക്കി ഇപ്പൊ നിങ്ങൾ ആരാണോ നോക്കുന്നത് അവരോട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു മരുന്ന് എഴുതി വാങ്ങണം. കാരണം നിങ്ങൾ ഇൻസുലിന്റെ അളവിനനുസരിച്ചിട്ടുള്ള മരുന്ന് വാങ്ങണം. കാരണം നമ്മൾ കൂടുതൽ മരുന്ന് കഴിച്ചാൽ പിന്നെ നിങ്ങളുടെ ഷുഗർ ഡൗൺ ആയി പോവുകയും ചെയ്യും. അതേസമയത്ത് കുറച്ച് മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ഷുഗർ കൂടി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഇൻസുലിൻ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് വെക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഒരു സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. പക്ഷെ ചൂട് അധികം ഉണ്ടെങ്കിൽ പ്രശ്നമാവുന്നു മാത്രം. പക്ഷെ ഇപ്പൊ ടെന്റുകളായിക്കോട്ടെ, ഇതൊക്കെ AC ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഡോക്ടർ സാറേ, നിമോകോക്കൽ ആർക്ക് ഉപയോഗിക്കേണ്ടത് സാറേ? അല്ലാതെ ന്യൂമോക്കൊക്കെ വേണ്ടത് വാക്സിൻ വേണ്ടത് അലർജി പ്രശ്നമുണ്ട്. എനിക്ക് തണുപ്പെല്ലാം വരുമ്പോ ചിലപ്പോ അലർജി പ്രശ്നമുണ്ട്, തണുപ്പ് കൂടുമ്പോ. അപ്പൊ റൂമിലൊക്കെ ഞാൻ ടെമ്പറേച്ചർ സാധാരണ ഞാൻ AC ഉപയോഗിക്കാറില്ല. എനിക്ക് അങ്ങനെ പറ്റാത്ത ഒരാളാണ്. തണുത്ത വെള്ളം പറ്റൂല, അങ്ങനെയൊക്കെയുള്ള. എക്സാക്ട്ലി. നമുക്ക് ഈ അധികം ആളുകൾക്കും വരുന്ന പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ തൊണ്ടവേദനയും ചുമയും മൂക്കടപ്പൊക്കെ. ഇത് പ്രിവെന്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുടുവെള്ളം കുടിക്കുക എന്നുള്ളത്, രണ്ടാമത്തത് ഈ മൗത്ത് വാഷ് ഉപയോഗിക്കുക എന്നുള്ളത്, മൂന്നാമത് നമ്മൾ AC ഇപ്പൊ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെയൊക്കെ ഇപ്പൊ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കുമല്ലോ. അപ്പൊ AC-ന്റെ ടെമ്പറേച്ചർ കുറച്ച് വെക്കുക. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഒരു 26 വെക്കുക. 25-26 നിങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ചൂടെടുക്കുകയില്ല, അതേസമയത്ത് തണുപ്പ് അധികമാവില്ല. അതൊരു പോയിന്റ്. പിന്നെ അതിനേക്കാൾ മുഖ്യമായിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ AC-യും ഫാനും കൂടി ഒന്നിച്ചിടാതിരിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി AC തണുപ്പ് നിങ്ങൾ കുറച്ച് റൂം ഉണ്ടെങ്കിലും ഈ തണുത്ത കാറ്റ് ഫാനിൽ കൂടി അടിക്കുമ്പോഴാണ് നമുക്ക് തൊണ്ടവേദന കൂടുതൽ വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ന്യൂമോകോക്കൽ വാക്സിൻ പറഞ്ഞത് അത് മെയിനായിട്ട് മൂന്ന് കാറ്റഗറി ആളുകൾക്കാണ്. നമ്മൾ വളരെ വീക്ക് ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ പ്രായം 60-65 മുകളിൽ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർ. ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്ത് എന്നതല്ല, കാരണം അവരുടെ ഹാർട്ട് വീക്കായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അവരുടെ പമ്പിങ് നോർമൽ ആണെങ്കിൽ ഇത് നിർബന്ധമില്ല. അതേപോലെ കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ, കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അവർക്ക് രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും, അതുകൊണ്ട് അവരും ഉപയോഗിക്കണം. പിന്നെ അതിനേക്കാൾ കൂടുതൽ ഏറ്റവും മുഖ്യം ഈ COPD എന്ന് ശ്വാസം മുട്ടലിന്റെ അസുഖമുള്ള ആൾക്കാർ, അത് ആസ്മ ആവാം, ആസ്മ അല്ലാത്ത ഇപ്പൊ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടൊക്കെ വരുന്ന ശ്വാസം മുട്ടലിന്റെ അസുഖമുണ്ടല്ലോ, COPD എന്നാണ് ഞങ്ങൾ അതിന് പറയാം. ഈ രോഗമുള്ള ആൾക്കാർ, ഈ 3 ആളുകൾക്കാണ്
ഈ മറ്റേ ന്യൂമോകോക്കൽ വാക്സിന് വളരെയധികം പ്രയോജനപ്പെടുക. അത് കമ്പൽസറി ആക്കിയിട്ടില്ല, പക്ഷെ വലിയ പ്രയോജനമാണത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇൻഫ്ലുവൻസ് കൂടി വേണം. അത് വെക്കാം. രണ്ടും വേറെ വേറെ ആവശ്യമാണ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ പടർച്ചപ്പനി ഉണ്ടാവും അവിടെ. ഒരു ഹജ്ജിനായിക്കോട്ടെ, ഉംറക്കായിക്കോട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പൊ ഒരു ശബരിമല പോലത്തെ ഈ പിൽഗ്രിമേജ് ആയിക്കോട്ടെ, കുംഭമേള പോലത്തെ പിൽഗ്രിമേജ്, ഇവിടൊക്കെ ഈ ആളുകൾ തിങ്ങി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം വൈറൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുക എന്നുള്ളത് വളരെ കോമൺ ആണ്. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്ലുവൻസ ഉപയോഗിക്കുന്നത്. ന്യൂമോകോക്കൽ ഉപയോഗിക്കുന്നത് അത് വന്നിട്ട് വൈറസിന് വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ബാക്ടീരിയക്ക് വേണ്ടിയിട്ടാണ്. ബാക്ടീരിയ കൊണ്ട് നമ്മുടെ ന്യൂമോണിയ സീരിയസ് ആയി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂമോകോക്കൽ വാക്സിൻ ഉപയോഗിക്കുന്നത്. അത് പൂർണ്ണ ആരോഗ്യമുള്ള ആളുകൾക്ക് അത് വേണമെന്ന് നിർബന്ധമല്ല. ഡോക്ടർ സാബ് അസ്സലാമു അലൈക്കും. നമ്മൾ ഓൾറെഡി ഇപ്പൊ ന്യൂമോണിയ വന്നിട്ടുണ്ടെങ്കിൽ റിക്കവർ ആയി ഇപ്പോഴല്ല, കുറച്ച് മുന്നേ ലെറ്റ്സ് സേ ഒരു 6 months ബാക്ക്, അപ്പൊ നമ്മളിപ്പോ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, ആക്ച്വലി ഇപ്പൊ ഈ ന്യൂമോണിയ ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് എന്തോ ഒരു ഹെൽത്ത് കോംപ്രമൈസ് ഉണ്ടല്ലോ, ഹെൽത്ത് കോംപ്രമൈസ് ഉണ്ട്. പക്ഷെ റീസെന്റ് പാസ്റ്റിൽ വന്നവരാണെങ്കിൽ അവർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ഇമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ആക്ച്വലി ഈ ന്യൂമോകോക്കൽ വൈറസ് കൊണ്ട് വന്നതാണ്, ബാക്ടീരിയ കൊണ്ട് വന്നതാണെങ്കിൽ കേട്ടോ, അതാണ് കോമണസ്റ്റ്. ഈ ന്യൂമോകോക്കൽ ബാക്ടീരിയ കൊണ്ട് വന്ന ന്യൂമോണിയാണ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഉടനെ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓർഗാനിസം. അപ്പൊ ഒരു 1-2 വർഷം മുന്നേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോക്കുന്നത് നല്ലതാണ്. പിന്നെ അവർക്ക് ഇനിയും ന്യൂമോണിയ വരാനുള്ള സാധ്യതകളുള്ള ആളാണെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ 1 വർഷത്തിന്റെ ഇടയിൽ തന്നെ വന്നതാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. വീസിംഗ് ഇഷ്യൂ ആളാണ്. വീസിംഗ് ഇഷ്യൂ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഡസ്റ്റ് നമ്മൾ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇപ്പൊ നിങ്ങൾ ചോദിച്ചു നന്നായി. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പള്ളികളിൽ കാർപ്പറ്റ് ഉണ്ടല്ലോ, ഈ പള്ളികളിലെ കാർപ്പറ്റ് ആക്ച്വലി ഈ അലർജി ഉള്ള ആളുകൾക്ക് ഭയങ്കര പ്രശ്നം. ഞാനൊക്കെ ആക്ച്വലി എനിക്ക് വലിയ അലർജി ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ഈ കാർപ്പറ്റിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു കർച്ചീഫെങ്കിലും അവിടെ ഇട്ടിട്ടാണ് സുജൂദ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ലോങ്, ഇപ്പൊ നമ്മൾ റമളാനിലൊക്കെ നമ്മൾ നമസ്കരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ തറാവിയിലും അല്ലെങ്കിൽ ഖിയാമുല്ലയിലൊക്കെ ലോങ് ആയിട്ട് നമ്മൾ സുജൂദിൽ കിടക്കുമല്ലോ. ഞാൻ ആക്ച്വലി ഷോർട്ട് ആണെങ്കിൽ ഞാൻ പ്രാക്ടിക്കലി ചെയ്യാൻ ഞാൻ ബ്രീത്ത് എടുക്കാറില്ല. ആക്ച്വലി സുജൂദിൽ ഇരുന്നിട്ട് കാർപ്പറ്റിൽ നിന്ന് നമ്മൾ ശ്വാസം വലിക്കാറില്ല. നമുക്ക് അത് ഒരു വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ് നമ്മൾ സുജൂദിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ശ്വാസം വിടാതെ ഇരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു കർച്ചീഫോ എന്തെങ്കിലും ഒരു സാധനം സുജൂദിന്റെ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഈ കാർപ്പറ്റിലുള്ള പൊടികൾ മാത്രമല്ല, പല ആളുകളും സുജൂദ് ചെയ്തതാണ്. പല ആളുകൾക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ വൈറസോ മറ്റേതോ ചുമയുള്ള ആളുകളൊക്കെ സുജൂദ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ട് കാർപ്പറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇത് ഇവിടെ നിന്നല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. സാർ അസ്സലാമു അലൈക്കും. ORS പറ്റി എന്താ, ORS എടുക്കണോ? പിന്നെ അവിടെ ഒരു ക്ലാസ്സിന് പോയപ്പോ അതുപോലെ ORS ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ്സ്, അതൊരു ഇത് മെഡിക്കൽ സംഭവമാണോ എന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടു. പക്ഷെ അവർ അതിന്റെ ഡയലൂഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായമുള്ളവർക്ക് കൂടുതൽ ഡയലൂഷൻ, അല്ലാത്തവർക്ക് ഇത്ര ഡയലൂഷൻ. അപ്പൊ അതൊരു കറക്റ്റ് ആയ സാധനമാണോ എന്നും മനസ്സിലായില്ല. ORS തന്നെയാണോ നല്ലത്? അതെ, ഈ ORS എന്ന് പറയുമ്പോൾ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും ഈ പറഞ്ഞ പോലത്തെ സോഡിയം പൊട്ടാഷ്യം ഒക്കെ നഷ്ടപ്പെടുന്ന അവസരത്തിൽ നമ്മൾ എടുക്കേണ്ട സാധനമാണത്. അതല്ലാതെ നമ്മൾ റൊട്ടീനായിട്ട് എല്ലാവരും ORS എടുക്കണം എന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഈ ഉഷ്ണ കാലാവസ്ഥയിലാവുമ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. പിന്നെ വേർപ്പ് അധികം ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സോഡിയം നഷ്ടപ്പെടും, ഉപ്പ് നഷ്ടപ്പെടും. നമ്മുടെ വേർപ്പിൽ ഉപ്പ് ഒരുപാട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ ORS ഉപയോഗിക്കാം. പക്ഷെ അത് ORS സിമ്പിൾ ആയിട്ട്, ORSലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം സോഡിയമാണ്. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം പൊട്ടാഷ്യമാണ്. സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പാണ്. അത് നമ്മൾ കഞ്ഞിയിലോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ ഒരു ലൈം സോൾട്ട് സോഡ പോലെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ പാനീയത്തിൽ നമുക്ക് ഉപ്പ് കുറച്ചധികം ചേർത്തിട്ട്, അത് പ്രഷറുള്ള ആളുകൾക്ക് ആവശ്യമില്ല, നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ വന്നവർക്ക് മാത്രമാണ് പറയുന്നത്. പിന്നെ മറ്റൊരു സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ലൂസ് മോഷൻ ആയിട്ട് വയറ്റിന്ന് പോക്ക് പോലെ ഉണ്ടാവുകയാണെങ്കിലും
നമുക്ക് ഈ ORS വളരെയധികം യൂസ്ഫുൾ ആണ്. അതല്ലാതെ എല്ലാവരും വെറുതെ ORS കലക്കി കുടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ORSലുള്ള മറ്റൊരു സാധനം പൊട്ടാഷ്യമാണ്. ഈ പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്രൂട്ട്സുകളിലുണ്ട്, എല്ലാ ഫ്രൂട്ട്സുകളിലുണ്ട്, നമ്മുടെ പഴത്തിലുണ്ട്, ഇതിലൊക്കെയുള്ള സാധനമാണ് പൊട്ടാഷ്യം. അപ്പൊ നമുക്ക് ഒരു ORS ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഉപ്പ് കുറച്ചധികം ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതും കിട്ടി. നമുക്ക് പഴം അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ആപ്പിൾ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടി. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ORS കലക്കി കുടിക്കുമ്പോൾ മറ്റൊന്ന് നിർബന്ധമായിട്ട് കുടിക്കേണ്ട സാഹചര്യം വരുന്നത് ലൂസ് മോഷൻ വരുമ്പോഴാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രിപ്പ് ഇടേണ്ടി വരും. അപ്പൊ ഡ്രിപ്പ് ഇടുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ORS കലക്കി കുടിക്കാം. ഈ ORS എപ്പോഴും അധികം കോൺസെൻട്രേറ്റഡ് ആവരുത്, കാരണം അത് വീണ്ടും ഡീഹൈഡ്രേഷൻ പോലെ തന്നെ ഫീൽ ചെയ്യും. അപ്പൊ അത് അത്യാവശ്യം ഡൈല്യൂട്ട് ചെയ്ത് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അസ്സലാമലൈക്കും ഡോക്ടറെ. പിന്നെ നമ്മളെ ഈ യാത്രയിൽ ഇപ്പൊ ഈ ഒരു റൂമിൽ കുറെ 2-3-4 പേരൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ കൂർക്കം വലി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ കൂർക്കം വലി മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവൂലെ നമ്മൾ ഈ ഉറക്കത്തിന്? അപ്പൊ അതിനിപ്പോ ഓൺലൈനിലൊക്കെ ഓരോ മെഷീനും കാര്യങ്ങളും ഇതൊക്കെ ക്ലിപ്പ് അങ്ങനെ വായിൽ വെക്കണം എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഡോക്ടർ അറിവിൽ എന്തെങ്കിലുമൊക്കെ അതന്നെ അതിന് ഈ പറഞ്ഞ പോലെ ഈ ക്ലിപ്പിന്റെ ഒരു ബൈപാപ്പ് മെഷീൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ഒരു സിപാപ്പ് എന്ന് പറയും. എന്ന് വെച്ചാല് അത് ഇപ്പോ ഒരു നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഇത് ആക്ച്വലി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാല് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ചെറുനാവ് എന്നൊക്കെ പറയുമല്ലോ, അത് ബാക്കിലോട്ട് വീഴുന്നത് കാരണം നമ്മൾ മൂക്കിൽ നിന്ന് ശ്വാസകോശം വരെ വരുന്ന വഴിയില് എയർ പോകുന്ന വഴിയിൽ തടസ്സം വരുമ്പോഴാണ് ഈ ഇത് വരുന്നത്. സ്ലീപ്പ് അപ്നിയ എന്നാ പറയുന്നത്, നമ്മുടെ ഉറക്കത്തിൽ ശ്വാസത്തിന് തടസ്സം വരുന്ന സിറ്റുവേഷൻ. ഇത് പല ആളുകൾക്കും ചിലപ്പോൾ പൊസിഷൻ മാറുമ്പോൾ ശരിയാവും കേട്ടോ. നമ്മൾ മലന്ന് കിടക്കുമ്പോഴാണ് കൂടുതൽ, ചെരിഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് അതിന്റെ സാധ്യത കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെങ്കിൽ അത് നമ്മൾ ലോങ് ടേമിൽ തന്നെ പ്ലാൻ ചെയ്യണം. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ട് അതിന് നമുക്ക് ചെയ്യാവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ശല്യം ഒഴിവാക്കണമെങ്കിൽ ഈ സിപാപ്പ് എന്ന് പറയുന്ന സാധനം പോർട്ടബിൾ ആയിട്ട് കിട്ടും. അത് വെച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒഴിവാക്കാൻ പറ്റും. കാരണം അത് നമ്മുടെ എയറിനെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഉള്ളിലേക്ക് തള്ളുക ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറുനാവ് ഈ തടസ്സം ഉണ്ടാക്കുന്നതിന് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പൊ അതാണ് പിന്നെ അതിന് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിനോട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ആ സാധനം വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ നമ്മൾ ഈ ജോണ്ടീസിന് വേണ്ടിയിട്ട് മഞ്ഞപ്പിത്തത്തിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അതെ. ഇതൊക്കെ നമ്മള് ഈ ഹജ്ജിന് മാത്രമല്ല, നമ്മൾ ജനറൽ ആയിട്ട് മൊത്തത്തിൽ ഇപ്പൊ വാക്സിനേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറെ സാധനങ്ങളിൽ ഒന്നാണ് ഈ മഞ്ഞപ്പിത്തം. ഈ മഞ്ഞപ്പിത്തം വരുന്നത്, ഈ മഞ്ഞപ്പിത്തം പല ടൈപ്പ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. ഇപ്പോ നമ്മൾ പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ശബ്ദം ഒരു ഇത് വരുന്നുണ്ടല്ലോ, എക്കോ വരുന്നുണ്ടല്ലോ, എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അതേപോലെ വേറെ ആരുടെയോ അതെ, സംസാരിക്കുന്നവർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം, മ്യൂട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോ ഈ വാക്സിൻ, നമ്മൾ 2 തരം വാക്സിൻ ഉണ്ട് ആക്ച്വലി. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തത്തിന് കുറെ വൈറസ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള 2 വൈറസാണ്, എ വൈറസ്, ബി വൈറസ്. എ വൈറസിനാണ് ചിലപ്പോൾ നിങ്ങളോട് വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും കമ്പൽസറി അല്ല, നിർബന്ധമല്ല. പക്ഷെ അത് എടുക്കുന്നത് നല്ലതാണ്. അത് ഇപ്പോഴെന്നല്ല, ജനറലി എടുക്കുന്നത് നല്ലതാണ്. ഇനി അതിൽ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വെള്ളത്തിൽ കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് എ വരിക. അപ്പൊ നമ്മൾ ശുദ്ധമല്ലാത്ത വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, അല്ലാതെ പകർച്ചവ്യാധി അല്ല അത്. ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസിനെ പറ്റി പറഞ്ഞു, ഏത് പകർച്ചപ്പനി അല്ലെങ്കിൽ വൈറൽ പനി, ചുമ പറഞ്ഞല്ലോ, അത് പകർച്ചവ്യാധിയാണ്. കാരണം തൊട്ടപ്പുറത്തുള്ള ആളുകൾ നമ്മുടെ മുഖത്തേക്ക് നോക്കി ചുമച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നേരെ മറിച്ച് ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ട് ഒരാളെ കാണുമ്പോഴോ അയാൾ തൊടുമ്പോഴോ നമുക്ക് അങ്ങോട്ട് പകരുകയില്ല. അത് നമുക്ക് ആക്ച്വലി ഫീക്കോ ഓറൽ റൂട്ട് എന്നാ പറയാ, ആ രോഗിയുടെ മലത്തിൽ കൂടി അത് കണ്ടാമിനേറ്റ് ചെയ്ത് അത് വെള്ളത്തിലേക്കായി എന്നതിന് ശേഷം ആ വെള്ളം നമ്മുടെ വയറ്റിൽ എത്തുമ്പോൾ മാത്രമേ അത് നമുക്ക് വരികയുള്ളൂ. പക്ഷേ നമ്മളൊരു ഹൈജീനിക് അല്ലാതെ, ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുമ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എങ്ങനെയെങ്കിലും അതിൽ കലർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളം നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെ ഉറപ്പാക്കണം കുടിക്കുന്നത്. അത് ചിലപ്പം ആരോ വാട്ടറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഫിൽട്ടർ ചെയ്ത വാട്ടറോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സേഫ് ആണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളം, വലിയ ക്യാനുകളിലുള്ള വെള്ളം
വാങ്ങേണ്ടി വരും, ഈ മിനറൽ വാട്ടർ ആയിട്ടുള്ള വാങ്ങേണ്ടി വരും. കാരണം അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ബാക്ടീരിയകളൊക്കെ ഇത് ചെയ്തിട്ടാണ് വരുന്നത്. അത് വാങ്ങേണ്ടി വരും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം. തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചാൽ ഒരിക്കലും ഹെപ്പറ്റൈറ്റിസ് എ വരികയില്ല. കാരണം ആ വൈറസ് അതിൽ ചത്തുപോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള, അപ്പൊ നിങ്ങൾ ഈ മഞ്ഞപ്പിത്തം വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെങ്ങനെ തടയണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മഞ്ഞപ്പിത്തം വരുന്നത് പ്രധാനമായും വെള്ളത്തിൽ കൂടിയാണ്, ഭക്ഷണത്തിൽ കൂടി. കാരണം വെള്ളം കലർന്ന ഭക്ഷണത്തിൽ കൂടിയും അത് വരാം. അപ്പൊ അത് നമ്മൾ സേഫ് ആയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്താണെങ്കിൽ, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മിനറൽ വാട്ടർ പോലത്തെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് അത് വരുന്നതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് അതിന് വാക്സിൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ എല്ലാ വാക്സിനും കൂടി ഈ ഷോർട്ട് ടൈമിൽ എടുക്കുക എന്നുള്ളത് അതിന് കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നുമില്ല, എടുക്കാവുന്നതാണ്. പക്ഷെ ഈ രീതിയിൽ നമ്മൾ ഭക്ഷണത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അത് അത്ര നിർബന്ധമായിട്ട് പറയണമെന്നില്ല. ഡോക്ടറെ, നമ്മൾ ഈ വൈറ്റമിൻ സി എടുക്കണം ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്ന് പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് ഹജ്ജിന്റെ ടൈമിലൊക്കെ. അപ്പോ അത് പെട്ടെന്ന് നമ്മൾ ഒരു 5 ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. വൈറ്റമിൻ സി നമ്മളൊരു ഇമ്മ്യൂണിറ്റിക്ക് പറ്റിയ ഒരു വൈറ്റമിൻ ആണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, ഈ പറഞ്ഞ പോലെ തൊണ്ടവേദന വന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വൈറ്റമിൻ സി വളരെ പ്രയോജനമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. വൈറ്റമിൻ സി 500 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, അത് എടുക്കാവുന്നതാണ്. ഇനി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സിട്രസ് ഫ്രൂട്ടുകളിലാണ്. ലെമൺ, ഓറഞ്ച്, ഇതിലൊക്കെ വൈറ്റമിൻ സി ഒരുപാടുണ്ട്. അപ്പം അത്തരം ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് കൂടി നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഒരു നാച്ചുറൽ മെത്തേഡാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ലെഗ് ക്രാംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്ലിമെന്റ്സ് വേറെ ഉണ്ടോ? അല്ല, ലെഗ് ക്രാംസ് ആക്ച്വലി മോസ്റ്റ്ലി വരുന്നത് നമ്മൾ ഓവറായിട്ട് എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല ആളുകളും തീരെ ഒരു ആക്ടിവിറ്റീസും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് അവിടെ പോയി കുറെ തവാഫ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോഴാണ് ലെഗ് ക്രാംസ് വരുന്നത്. അപ്പൊ ആക്ച്വലി ഇനിയും നമുക്ക് സമയമുണ്ട്. ഈ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ഒരു ട്രയൽ എന്നുള്ള ആൾക്ക് ഇന്ന് തന്നെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ലെഗ് ക്രാംസ് വരുന്നത് ഒരുപാട് കുറയ്ക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ലെഗ് ക്രാംസിനുള്ള ഒരേ ഒരു വൈറ്റമിൻ ഇ ആണ്. ഇവിയോൺ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു മരുന്നുണ്ട്. അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലെഗ് ക്രാംസിന് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ നടന്ന് എക്സേർട്ട് ചെയ്തത് കൊണ്ടുണ്ടാകുന്ന മസിൽ പെയിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഡോളോ, പാരസിറ്റമോളോ അല്ലെങ്കിൽ അതേപോലത്തെ മരുന്നുകളോ നമുക്ക് കഴിക്കാവുന്നതാണ്. സർ, അസ്സലാമു അലൈക്കും. ഞാനൊരു രക്തവാതത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ ഗുളിക കുറച്ചു കാലം നിന്നു. ഇപ്പൊ വീണ്ടും അത് വന്നു. റമദാനില് കൂടുതൽ സമയം നിൽക്കുകയൊക്കെ ചെയ്തപ്പോഴും വന്നു. ഇപ്പൊ കുറച്ച് പ്രയാസം വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രയാസം എന്ന് വെച്ചാൽ ഗുളിക കഴിക്കുമ്പോൾ നീരിനുള്ള ഗുളികയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിക്കുമ്പോൾ വല്ലാതെ മൂത്രം പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകും. ഇടക്കിടക്ക് മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് ഈ രക്തവാദം എന്താണെന്നല്ല, ഇപ്പൊ 2 തരത്തിലുള്ള വാദം ഉണ്ട്. ഒന്ന് റുമാറ്റിക് ഫീവർ, ഒന്ന് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അതിൽ ഏതാണ് നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല. ചിലപ്പോൾ റുമാറ്റിക് ഫീവർ ആണ് സർ. റുമാറ്റിക് ഫീവർ എന്ന് വെച്ചാൽ ചെറുപ്പകാലത്ത് വരുന്ന രോഗമാണ്. ചെറുപ്പകാലത്ത് വന്നിട്ട് അത് ഹാർട്ടിനെ ബാധിക്കുന്ന രോഗമാണ് റുമാറ്റിക് ഫീവർ. അപ്പൊ നിങ്ങളുടെ എക്കോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എക്കോ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഹാർട്ടിന് വാൽവിന് എന്തെങ്കിലും ബാധിച്ചു എന്ന് പറഞ്ഞോ? ഇല്ല, വാൽവിന് പ്രശ്നമൊന്നും ചെറിയതേ ഉള്ളൂ. അത് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതല്ല, അങ്ങനല്ല. ഒരു വാൽവിന് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ നീരിനുള്ള ഗുളിക സാധാരണ കൊടുക്കാറുള്ളൂ. അപ്പോ വാൽവിനുണ്ടോ? അപ്പൊ നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളെ നോക്കുന്ന ഡോക്ടറെ കൊണ്ടൊന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിച്ചിട്ട് ഗുളിയാണ് ഇപ്പൊ കഴിക്കുന്നത്. ഏതാണ്? കോൾച്ചിസിൻ അതിനുള്ളതല്ല. കോൾച്ചിസിൻ നിങ്ങൾക്ക് ആക്ച്വലി ഈ മറ്റേ നമ്മുടെ യൂറിക് ആസിഡ് ഒക്കെ കൂടുന്ന സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ നിങ്ങളുടെ ഈ പ്രോബ്ലം ശരിക്കും എന്താണെന്നുള്ളത് ഒന്ന് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. അതൊരു ഡോക്ടർ, ഞാൻ ഓക്സ്ട്ര ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഏതാ ഓക്സ്ട്ര? അത് ഈ പിന്നെ ഈ പ്രോട്ടീൻ ഡിസ്ചാർജ് ഉണ്ടായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് കഴിക്കുന്നത്, നോഡോസിസും ഓക്സ്ട്രയും. അപ്പൊ ഓക്സ്ട്രയ്ക്കുള്ള കുഴപ്പം എന്താ വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സമയങ്ങളിൽ ഡയബറ്റിക് ചെറിയ രീതിയിൽ മൈൽഡ് ടാബ്ലറ്റ് ഇല്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ യാത്രയിലൊക്കെ ചിലപ്പോൾ ഓക്സ്ട്ര കഴിക്കുമ്പോൾ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി അതെല്ലാം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഓക്സ്ട്ര എന്ന് പറയുന്നത് ലോങ് ടേമിൽ നമ്മളെ കിഡ്നിക്ക് കുറെ പ്രൊട്ടക്ഷൻ വേണ്ട ഒരു മരുന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഈ സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്ക് അത് നിർത്തിവെക്കുന്നതിന് വിരോധമില്ല.
അതെ, സ്റ്റോപ്പ് ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ഷുഗർ കൂടുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു മരുന്ന് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അത് ഈ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ടല്ലോ, 8 തൊട്ടിട്ട് 13 വരെ, അറഫ, മുസ്തലിഫ. അപ്പൊ ആ ഭാഗത്ത് ആ സമയത്തുള്ള നമ്മളെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ, കാരണം പലപ്പോഴും പല രീതിയിലുള്ള ഭക്ഷണമാണല്ലോ കിട്ടുക. ആ സമയത്ത് നമ്മളെ മൊത്തം റിതം തെറ്റുകയാണല്ലോ. അതെ അതെ, നമ്മൾ എപ്പോഴും ഈ സമയത്ത്, പക്ഷെ ഇപ്പം അറഫയിലൊക്കെ നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഭക്ഷണം നമ്മൾ ഡെയിലി കഴിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഈ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഭക്ഷണത്തിൽ കുറച്ചൊന്ന് കുറവ് വന്നു വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഹൈഡ്രേഷനാണ് ഏറ്റവും മുഖ്യം. ഒരു മനുഷ്യന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, പക്ഷെ ഭക്ഷണമില്ലാതെ കുറെ കാലം ജീവിക്കാൻ പറ്റും, കുറെ സമയം ദിവസങ്ങൾ ജീവിക്കാൻ പറ്റും. പക്ഷെ എന്ന് വെച്ചിട്ട് പട്ടിണി കിടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണെങ്കിലും ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് പോലത്തെ സാധനങ്ങൾ നമുക്ക് കൂടെ കരുതാൻ പറ്റുമല്ലോ. അതല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ നമുക്ക് കരുതാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കാവുന്നതാണ്. പിന്നെ മൊത്തത്തില് മൾട്ടി വിറ്റാമിൻ ഗുളികകൾ ഉണ്ടല്ലോ, മൊത്തം നമുക്ക് ക്ഷീണം ഒഴിവാക്കാൻ വേണ്ടി. അങ്ങനെ ഏതെങ്കിലും അങ്ങനൊന്നും നമുക്ക് റെക്കമെൻഡ്. അത് ആക്ച്വലി മോർ പ്ലാസിബോ എന്നാണ് പറയാ. നമ്മള് ഈ അതുകൊണ്ട് ക്ഷീണം ഒഴിവാക്കുക എന്നുള്ളത് ഒരു മാനസികമായിട്ട് വരുന്ന ഒരു ഇതാണ്. മനസ്സിലായില്ല, നമുക്ക് ഈ വൈറ്റമിൻ ഗുളിക കഴിച്ചതുകൊണ്ട് നമുക്ക് ക്ഷീണം കുറഞ്ഞു എന്ന് നമുക്ക് മാനസികമായിട്ട് തോന്നുന്നതാണ്. അല്ലാതെ അങ്ങനെ ഒരു ക്ഷീണം കുറയ്ക്കാന് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുളിക ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ മൾട്ടി വൈറ്റമിൻ കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴൊക്കെ നമുക്ക് നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഭക്ഷണം തന്നെയാണ് ഇപ്പൊ ഈ ഹജ്ജിലൊക്കെ കിട്ടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതൊരു അഡീഷണൽ സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഡോക്ടർ, ഈ ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയ വാട്ടർ എടുക്കുന്നത് കുഴപ്പമുണ്ടോ? ഏതാ? ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടായിരുന്നു. അത് ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയത് അതായിരിക്കും ഇവര് ORS എന്ന് പറഞ്ഞത്. ORSലാണല്ലോ ഇലക്ട്രോലൈറ്റ്സ് ഉള്ളത്. അത് നിർബന്ധമില്ല. നമുക്കത് ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് ലൂസ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ഉള്ള വെള്ളം കുടിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം തന്നെ കുടിച്ചാൽ മതി. ഇനി കൂടുതൽ ആരെങ്കിലും പാർട്ടിസിപ്പൻസ് ഉണ്ടോ? അസ്സലാമലൈക്കും. വലൈക്കുംസലാം. ഇപ്പം ഹജ്ജിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തപ്പം അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് ECG ചെയ്യുന്നത്. അപ്പം ECG ചെയ്തതില് ഹാർട്ട് റേറ്റ് കുറവായിട്ടാണ് കാണിച്ചത്. അപ്പം ഡോക്ടർ പറഞ്ഞു വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല, അങ്ങനെ വേറെ ECG ഒക്കെ നോർമലാണ്, ജസ്റ്റ് ഹാർട്ട് റേറ്റ്, ഹാർട്ട് പമ്പിങ് റേറ്റ്, പമ്പിങ് അല്ല ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ് അതന്നെ. അപ്പം അന്നേരം അവര് പറഞ്ഞു ജസ്റ്റ് എന്തായാലും തൈറോയിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിന്റെ റിസൾട്ടും കൂടി നോക്കിയാൽ മതി. തൈറോയിഡ് അബ്നോർമൽ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൺസേൺ ഉള്ള വിഷയമാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള പോലെ. അപ്പം തൈറോയിഡിന്റെ റിസൾട്ട് വന്നപ്പോ നോർമൽ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ഇപ്പം ഏർലി ഡയബറ്റിക് സ്റ്റേജ് പോലെയാണ്, പ്രീ ഡയബറ്റിക് പോലെ, ഡയബറ്റിക് പോലെയല്ല. ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്? നോർമലാണ്, യൂഷ്വലി ലോ ബ്ലഡ് പ്രഷർ ആണ് യൂഷ്വലി. ഓക്കെ. പിന്നെ നിങ്ങൾ എന്തിനെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, നോ മെഡിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഒരു ഹെൽത്തി ഹാർട്ട് ഉള്ള ആളാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഹാർട്ട് റേറ്റ് ലോവർ ഹാർട്ട് റേറ്റ് ഇസ് ഓൾവേസ് ഗുഡ് എന്ന് നമ്മൾ പറയാം. കാരണം വെച്ചാൽ നിങ്ങളുടെ ഹാർട്ടിന്റെ ശക്തി നല്ല ഉഷാറുള്ളത് കൊണ്ട് നിങ്ങളുടെ ഹാർട്ട് കുറച്ച് പ്രാവശ്യം പിടിച്ചാൽ തന്നെ നിങ്ങളുടെ ആവശ്യം നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഹാർട്ട് കുറയുന്നത്. സാധാരണ ഈ ഹാർട്ട് റേറ്റ് കുറവ് കാണാറ് ഈ അത്ലറ്റ്സിലാണ്. ഭയങ്കരമായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, ഈ അത്ലറ്റ്സിലാണ് ഈ ഹാർട്ട് റേറ്റ് കുറവുള്ളത്. കാരണം അവരുടെ റിസർവ് ഭയങ്കര അധികമായിരിക്കും. അവർ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ട് ഓടി കളിച്ചാൽ പോലും അവർ ഫെറ്റീഗ് ആവില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഹാർട്ട് റേറ്റ് ബേസ് ലൈൻ ഹാർട്ട് റേറ്റ് കുറവും, അവർ എക്സർട്ട് ചെയ്യുമ്പോഴും ഹാർട്ട് റേറ്റ് ഭയങ്കര അധികം പോകില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബേസ് ലൈൻ ഹാർട്ട് റേറ്റ് ഹൈ ഉള്ള ആളാണെങ്കിൽ അയാൾ കുറച്ചു നേരം ഓടുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചു നേരം ജോലി ചെയ്യുമ്പോഴേക്കും അയാളുടെ പീക്ക് ഹാർട്ട് റേറ്റിലെത്തും. പിന്നെ പീക്ക് ഹാർട്ട് റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫർദർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഓൺ ദ ലോവർ സൈഡ്, BP ഓൺ ദ ലോവർ സൈഡ് ഇസ് എ ഗുഡ് സൈൻ എന്നേ ഞാൻ പറയുന്നു. അപ്പം അല്ല, ഇപ്പം തൈറോയിഡ് ലെവൽസ് അബ്നോർമൽ ആണെങ്കിൽ അത് ഒരു കൺസേൺ അല്ല. അതെന്താന്ന് വെച്ചാല്
ഈ തൈറോയിഡിലെ ഹോർമോൺ കുറവാണെങ്കിൽ ഹാർട്ട് റേറ്റ് കുറയും, തൈറോയിഡിന്റെ ഹോർമോൺ എക്സസ് ആണെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടും. അപ്പൊ തൈറോയിഡിന്റെ ഹോർമോൺ കുറവായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഡോക്ടർ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അത് കുറവില്ല എന്നുള്ള സ്ഥിതിക്ക് പിന്നെ അതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ തവാഫ് ചെയ്യാനും കൂടുതൽ നടക്കാനും പറ്റണം എന്നുള്ളതാണ് എന്റെ ഒരു അസംഷൻ. നിങ്ങളെ കാണാതെ പറയാണ് ഞാൻ. ഓക്കെ, അല്ല ബിക്കോസ് എന്റെ ബോഡി വെച്ച് നോക്കുകയാണെങ്കിൽ ഐ എം ഓൺ ദ ഒബീസ് സൈഡ് ആക്ച്വലി. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എനിക്കൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളത്. അപ്പൊ മേ ബി ഒന്ന് കൺട്രോൾ ചെയ്താലും ബാക്ക് ടു നോർമൽ BMI ആയാലും മേ ബി അതൊക്കെ പോവായിരിക്കും. സോ കൺസേൺ ഉള്ള ഒരു വിഷയമല്ലല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ഇങ്ങനെ ഇപ്പം ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കവറുകളും പിന്നെ അൺസയന്റിഫിക് ആയിട്ടുള്ള ഫാക്ടുകളും ഭക്ഷണത്തിനെ കുറിച്ചും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്കിങ്ങനെ തോന്നിയതാണ് ഇത് എന്താണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത്. അപ്പൊ നമ്മളൊരു സയന്റിഫിക് ആയിട്ട് നമ്മൾ പഠിച്ചത് പറയല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഹാർട്ടിനെ കുറിച്ചല്ല, ആക്ച്വലി ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഇതിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ഡയറ്റിനെ കുറിച്ചും ഈ പറഞ്ഞ ഒബീസിറ്റിനെ കുറിച്ചും ഹെൽത്തി ആയിരിക്കുന്നതിനെ പറ്റിയും എക്സസൈസിനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയാം. പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം കാണാൻ പറ്റും. ഹെൽത്തി ഹാർട്ട് വിത്ത് ഡോക്ടർ മുസ്തഫ എന്ന പേര്. ഈ മാസ്ക് ഇടുന്നതിനെ സംബന്ധിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചാല് സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല എന്നാണല്ലോ. നമ്മൾ മാസ്ക് ഇടുമ്പോ എനിക്ക് തോന്നുന്നു അത് ഒരു എന്താ പറയാ ഫത്വ റിലേറ്റഡ് കാര്യമായതോ. അക്ബർ സാഹിബ് ഉണ്ട് ഇവിടെ. അപ്പൊ അദ്ദേഹം എനിക്ക് തോന്നുന്നു അത് അതിന് മറുപടി പറഞ്ഞിരിക്കും. അതെ അതെ. അത് ഈ ഞങ്ങളെ കുറച്ച് ദിവസം മുന്നേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു, ഓറിയന്റേഷൻ ക്ലാസ്. അപ്പൊ അതില് ഒരു ലിങ്ക് കാണിച്ചിട്ട് അതില് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ആദ്യം അപ്ലോഡ് ചെയ്യണമെന്ന അങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നു. അത് ഉള്ളതാണ് ഗവൺമെന്റ് മറ്റേ സൗദി ഗവൺമെന്റിന്റെ വെബ്സൈറ്റ്. അത് ഹജ്ജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അത് ഞങ്ങള് പിന്നെ ഡോക്ടർക്ക് അറിയലുണ്ടാവില്ല. ലിങ്കില് ഗ്രൂപ്പിന്റെ ആളുകളൊക്കെ അതിനെപ്പറ്റി അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ ഒരു ഗ്രൂപ്പിൽ പോകുന്ന ആൾക്കാരാണോ അതോ വ്യത്യസ്ത ഗ്രൂപ്പിൽ പോകുന്ന ആളുകൾ ഇതിൽ ചേർന്നാണ്? എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഒരു ഗ്രൂപ്പ് ഞങ്ങള് ഒരു പിന്നെ ഒരേ സിംഗിൾ പോയിന്റ് ഓപ്പറേഷൻ ആണ്. അപ്പൊ അതില് പിന്നെ 3 കമ്പനികളുണ്ട്. പക്ഷെ ഞങ്ങള് ബ്രദേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ പേരിലുള്ള കമ്പനികളാണ്. ഞങ്ങള് ഏകദേശം 336 ഹാജിമാരുണ്ട് മൊത്തം. അതില് 12-ാം തീയതി മുതൽ യാത്ര സ്റ്റാർട്ട് ചെയ്യും. 18-ാം തീയതി വരെ ഉണ്ട്. അതിൽ മിഡിൽ ഈസ്റ്റ് നിന്നൊക്കെ പല രാജ്യത്തു നിന്നും അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ചു വരുന്ന രൂപത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ നെഞ്ചിരിച്ചിലുണ്ടാകുന്ന ഭയങ്കര അതിന്റെ ഗ്യാസിന്റെ ഏതെങ്കിലും ഒരു ഗുളിക എന്താണെന്ന് പറയാൻ പറ്റും? അതെ അതെ അതെ. ഞാന് പക്ഷെ ഒരു കാർഡിയോളജിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞാൽ ആദ്യം അത് ഹാർട്ടിൻ്റെതല്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് പറയാറുണ്ട്. കാരണം നമുക്കറിയാം. അപ്പോ നമ്മളത് ഉറപ്പുവരുത്തേണ്ടത് അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വെറും 4 മരുന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലൊന്ന് ഈ നെഞ്ഞരിച്ചിനുള്ള മരുന്നാണ് പാൻറ്റോപ്രസോൾ. കാരണം നമ്മൾ ഈ ഹജ്ജ് സമയത്ത് അല്ലെങ്കിൽ മറ്റ് യാത്രയിലൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ തലവേദന, പനി, ജലദോഷം, പിന്നെ നെഞ്ഞരിച്ചിൽ എന്ന് വെച്ചാൽ വയറുവേദന, നമ്മൾ ഭക്ഷണം പറ്റാത്തത് കൊണ്ടോ ഏത് കാരണം കൊണ്ടും ആവാം. അപ്പൊ അതിന് പാൻറ്റോപ്രസോൾ പാൻ എന്ന പേരിൽ അറിയപ്പെടും. PAN 40 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ്. അത് വെറും വയറ്റിൽ രാവിലെ കഴിക്കുക. എന്നാലും ഭയങ്കര നല്ല റെസ്പോൺസ് ആണ്. 1-2 ദിവസം കൊണ്ട് തന്നെ നല്ല റിലീഫ് കിട്ടും. പിന്നെ നെഞ്ഞരിച്ചിൽ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം കേട്ടോ. എന്നുവെച്ചാൽ നെഞ്ഞരിച്ചിൽ അവോയ്ഡ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഈ യോഗട്ട് പോലെ നമ്മളെ ഇതുണ്ടല്ലോ, തൈര്, മിൽക്ക് പ്രൊഡക്ട്സ്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ഞരിച്ചിൽ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. പ്രത്യേകിച്ച് സൗദിയിലൊക്കെ പോകുമ്പോൾ അവിടെ നല്ല അൽമറായിന്റെ മറ്റേ യോഗട്ട് കിട്ടും. എൻ്റെ ഒക്കെ ഒരു വീക്ക്നെസ് ആണ്, ഒരു ഫേവറേറ്റ് സാധനമാണത്. അത് നിങ്ങൾക്ക് ഈ നെഞ്ഞരിച്ചിലുള്ള ആളുകൾക്ക് ശരിക്കും ഒരു പക്ഷേ നല്ല പ്രയോജനപ്പെടും.
ഭയങ്കര എക്കോ ഉണ്ട്, മനസ്സിലാകുന്നില്ല. ഗ്രീക്ക് യോഗട്ട് നല്ലതാണ്. ഗ്രീക്ക് യോഗട്ടാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. യോഗട്ട് ഹെൽത്തി, ഈ ഹെൽത്തി ഫുഡിൽ പറയുമ്പോൾ യോഗട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ യോഗട്ട് അത് നല്ല പ്രോട്ടീനാണ് അതിൽ. അത് കൂടാതെ അതിൽ ഒരുപാട് നമ്മുടെ ഗട്ട്, നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ഫ്ലോറ ഉണ്ട്, അതിനെ പ്രിസേർവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ യോഗട്ടാണ്. അതിൽ ഗ്രീക്ക് യോഗട്ടാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്കറിയാം ഈ ഫ്ലേവേർഡ് യോഗട്ടിന് കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു പ്ലെയിൻ യോഗട്ട് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ടാണ് ബെസ്റ്റ് യോഗട്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഗുളിക ഒന്ന് ജസ്റ്റ് സ്പെൽ ചെയ്യാൻ പറ്റും ഡോക്ടർ? PAN. P ഫോർ ഒരു പോളണ്ട്, A ഫോർ അമേരിക്ക, N ഫോർ നെതർലാൻഡ്. പാൻ അത്രേ ഉള്ളൂ. പാൻ 40 മില്ലിഗ്രാം രാവിലെ ഒന്ന് വെറും വയറ്റിൽ കഴിക്കുക. ഒരു 10-20 കൊണ്ടുപോയിക്കോളൂ നിങ്ങൾ. ഡെയിലി കഴിക്കണമെന്നില്ല, റിലീവ് ആയി കഴിഞ്ഞാൽ കുറയ്ക്കാം, പിന്നെ 1.5 ഇട്ടിട്ട് കഴിക്കാം. അതിന് ഡോസ് കണക്കില്ല, അത് കുഴപ്പമില്ല. നമ്മള് വൈൻഡപ്പ് ചെയ്താലോ? 10 മണി കഴിഞ്ഞല്ലോ. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോകുന്ന മെഡിസിൻസിനൊക്കെ പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ കരുതണോ? അല്ല, അത് കരുതണം. പൊതുവേ നമ്മൾ ഇന്റർനാഷണലി എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഈ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊണ്ടുപോകണം. പക്ഷെ ഹാജിമാരെ പൊതുവെ അത്തരം കാര്യങ്ങളിൽ കുറച്ചൊരു ഇളവ്, അതൊരു അണ്ടർസ്റ്റുഡ് ആണ്, ഒരു ഇളവ് നൽകാറുണ്ട്. പക്ഷെ അതിൽ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഉറക്ക ഗുളിക പോലത്തെ ഗുളികകൾ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് വളരെ ശ്രദ്ധിക്കണം. കാരണം അത്തരം ഗുളികകൾ ബാൻഡ് ആണ് ഇങ്ങനത്തെ ഗൾഫ് കൺട്രീസിലും സൗദി അറേബ്യയിലൊക്കെ. അവിടെ ഉറക്ക ഗുളിക ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി ചില അത്തരം ഗുളികകൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ കമ്പൽസറി ആയിട്ട് നമ്മൾ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് പക്ഷെയാണ്. പക്ഷെ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അജാജിമാരെ അവര് ശല്യപ്പെടുത്താറില്ല, പൊതുവെ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അസ്സലാമു അലൈക്കും ഡോക്ടർ, ഒരു ചോദ്യം കൂടി. മെലോട്ടോണിൻ സ്പ്രേ ഉണ്ടല്ലോ, അത് കൊണ്ടുപോകാൻ പറ്റുമോ? മെലറ്റോണിൻ വന്നിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഉറക്കിനുള്ള, അതെ, അത് കൊണ്ടുപോകുന്നതിന് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. കാരണം അത് മറ്റേ ലഹരി മരുന്നിൽ പെടില്ല. അത് ഉറക്ക ഗുളിക അല്ല. അത് ആക്ച്വലി അതൊരു നാച്ചുറൽ ആയിട്ടുള്ള സാധനം. നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉറക്കിനെ ഉണ്ടാക്കുന്ന സാധനത്തിന് നമ്മൾ ഒരു ഗുളികയായിട്ടോ അല്ലെങ്കിൽ സ്പ്രേ ആയിട്ടോ ഉപയോഗിക്കുന്നത് മാത്രം. അതെ, എനിക്ക് പൊതുവെ ഇങ്ങനെ പൊതുവെ ഈ രാത്രി ഉറക്കം വരാത്ത പ്രശ്നമുണ്ട്. അപ്പൊ ഇത് അടിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പക്ഷെ അതൊക്കെ സ്ലോലി നമ്മൾ ഇത്തരം മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മാറി പല ടെക്നിക്കും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം. ആക്ച്വലി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച്. നമുക്ക് ഉറക്കം നമ്മൾക്ക് ഇപ്പൊ ഈ മലയാളികൾക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉറക്കം കിട്ടാത്ത ആളുകൾ. ആക്ച്വലി എന്ന് വെച്ചാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉറക്ക ഗുളിക ചെലവാകുന്ന നാട്, അറിയോ? അപ്പോ അതിന്റെ കാരണം എന്ന് വെച്ചാൽ പല കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഉറക്ക ഗുളിക കൊണ്ട് ഉറക്കം വരുത്തുന്നതിന് ബദലായിട്ട് നാച്ചുറലായിട്ട് തന്നെ വരുത്താനുള്ള പല മെത്തേഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുക, രാത്രി നേരത്തെ കിടന്നുറങ്ങുക, ഉറങ്ങുന്നതിന്റെ കുറെ മുമ്പ് നമ്മുടെ ഈ ഫോണ്, TV കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ മിതമായ ഭക്ഷണം രാത്രി കഴിക്കുക, എന്നും ഒരേ സമയത്ത് കിടക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള പല മെത്തേഡുകളിൽ കൂടി നമുക്ക് ആക്ച്വലി ഉറക്കത്തിന് നമുക്കൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. പിന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് നിവൃത്തിയില്ല, മരുന്ന് കഴിക്കേണ്ടി വരും. സർ, ഈ പുതിൻഹാര എന്ന് പറഞ്ഞ മരുന്ന് എന്തിനുള്ള വയറുവേദനക്കുള്ളതാണോ? പുതിൻഹാര അത് ആക്ച്വലി ഒരു അലോപ്പതിക് മരുന്നല്ല. അത് നമ്മുടെ പൊതീന ഉണ്ടല്ലോ, പൊതീന അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഗുളികയാണ്. അത് ഈ പറഞ്ഞ പോലെ വയറിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ആയുർവേദത്തിൽ അത് കൊടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ. നമ്മള് അലർജി ഒത്തിരി കൂടുതലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പോർട്ടബിൾ നെബുലൈസർ മെഷീൻ ക്യാരി ചെയ്യാനുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. അത് ആക്ച്വലി നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ മരുന്നും ആ നെബുലൈസറും കൊണ്ടുകഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എന്താ പറയാ, സ്വന്തം റൂമിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോ നല്ലതാണ് അത് ആക്ച്വലി. നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഹേലറും സ്പ്രേ ഒക്കെ ഉണ്ടായിരിക്കും, അതിനേക്കാളും ബെറ്റർ ആണ്. കുറച്ച് അധികമായിട്ട് അലർജി ഉള്ള ആളുകൾക്ക് നെബുലൈസർ ഡെഫിനറ്റ്ലി ബെറ്റർ ആണ് നമ്മളെ ഇൻഹേലറിനെക്കാളും. ഇതില് ഞങ്ങള് പലപ്പോഴും ഗ്രൂപ്പ് പോകുമ്പോൾ തന്നെ നെബുലൈസർ ഉണ്ടാവാറുണ്ട്. മെഷീൻ കൊണ്ടുപോകും, ചെക്ക് ചെയ്യുന്നത് ഉണ്ടാവാറുണ്ട്. പിന്നെ കോമൺ കുറെ ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ വാങ്ങി കയ്യിൽ വെക്കാറുണ്ട്. അല്ല, നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ആവുമ്പോ നിങ്ങൾക്ക് ഒരു ഡോക്ടർ ഉണ്ടാവുമോ ചിലപ്പോ? ഞങ്ങളുടെ അടുത്ത് ഹജ്ജിന് വരുന്ന ഡോക്ടർമാരുണ്ട്. ആരും ഉണ്ടാവും. ഓക്കെ.
അതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ കോമൺ ആയിട്ടുള്ള മരുന്നുകൾ ആക്ച്വലി എല്ലാവരും കരുതണമെന്നില്ല. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആവുമ്പോൾ നിങ്ങൾ കുറച്ച് കരുതിയാൽ തന്നെ, കാരണം മിക്കവാറും ഇത് കൊണ്ടുപോകുന്നവരിതൊക്കെ പകുതിയിലധികം വേസ്റ്റ് ആവുകയും ചെയ്യാറുണ്ട്, അത് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ഗ്രൂപ്പിൽ കുറച്ച് കൊണ്ടുപോയാൽ ഒരു 5-8 തരം മരുന്നുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആളുകൾക്കും കൊടുക്കാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു ഡോക്ടർ ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ കുറെ മരുന്നുകൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടുത്തെ ഗവൺമെന്റ് ആജിമാരുടെ അവരുടെ ഡിസ്പെൻസറിയിലൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോരലാണ്. ഈ ആയുർവേദ മരുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ സർ? കപ്പ് സിറപ്സ് പോലുള്ള അങ്ങനത്തെ സാധനങ്ങൾ? അല്ല, ഈ കപ്പ് സിറപ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹാജിമാരോട് പൊതുവെ അവർ വിട്ടുവീഴ്ച നടത്തും. പക്ഷെ കപ്പ് സിറപ്സ് ഒക്കെ കൊണ്ടുപോകാത്തതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. അത് ഈ ആന്റിഹിസ്റ്റമിൻ ഗുളിക ഉണ്ടല്ലോ, ആന്റിഹിസ്റ്റമിനും പാരസെറ്റമോളും കൂടി കഴിച്ചാൽ കുറെയൊക്കെ നമുക്ക് ചുമയ്ക്ക് ഒരു ആശ്വാസം കിട്ടേണ്ടതാണ്. പിന്നെ ആയുർവേദം സൗദി ഗവൺമെന്റ് അംഗീകരിച്ച ഒരു മെഡിക്കൽ രീതി അല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയില്ലല്ലോ ഇതിപ്പോ നമ്മള്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ കഴിയുന്നതും ഈ ആവശ്യമില്ലാതെ മരുന്നുകൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുവിധം ആളുകളുടെ സംശയങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറായിട്ട് ഇതുപോലത്തെ ഒരു സെഷൻ അല്ലെങ്കിലും എമർജൻസി സംശയങ്ങൾ ചോദിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. വളരെ തിരക്ക് പിടിച്ച ഒരു സമയത്ത് നമ്മളോടൊപ്പം വന്ന് കുറച്ച് സമയം ചെലവഴിച്ച് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. എല്ലാവരും ഹജ്ജ് സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഡോക്ടറെയും കൂടി ഓർക്കണം എന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് എനിക്കുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാത്രി ഒരു മണിക്കൂർ അധികം സമയം ചെലവാക്കിയത്. അക്ബർക്ക് ലൈനിൽ വന്നിട്ടുണ്ട്. മതപരമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അത് ആവർത്തിച്ചാൽ അക്ബർക്ക് അതിന് മറുപടി പറയാം. മാസ്ക് പിന്നെ ഇതില് തവാഫിന്റെ സമയത്ത് ഇഹ്റാം സമയത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. മുഖം മറയ്ക്കാൻ പറ്റില്ല. അത്യാവശ്യമുള്ള ആളുകൾക്ക് കുഴപ്പമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയണത്. അത്യാവശ്യമുള്ള കേൾക്കണില്ലേ? അത്യാവശ്യമുള്ള ആളുകൾക്ക്, ആ രൂപത്തിലുള്ള അസുഖമുള്ള ആളുകൾക്ക് കുഴപ്പമില്ല. അതൊരു ജനറൽ റൂളായിട്ട് എടുത്തുകൂടാന്നാണ് പണ്ഡിതന്മാർ പറയാ. കാരണം മുഖം മറക്കുക എന്നുള്ളത് പെണ്ണുങ്ങൾക്ക്, മുഖം മറക്കുന്ന സ്ത്രീകൾക്ക് പോലും പാടില്ല എന്നുള്ളതാണല്ലോ ഇഹ്റാമില്. അപ്പോ അങ്ങനത്തെ ഒരു സംഭവം എക്സ്ട്രാ വസ്ത്രമാണ്. അപ്പോ നിർബന്ധമാണെങ്കിൽ അങ്ങനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, കോവിഡിന്റെ സമയത്തെല്ലാം വ്യാപകമായി അത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ പോയിരുന്നു. ഇത് ആവശ്യമുള്ള ആളുകൾക്ക്, അത്യാവശ്യമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. എന്നാൽ അത് ഒരു പൊതുവെ പണ്ഡിതന്മാർ പറയാം. ചോദിച്ച ആള് ഇതിലുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യത്തോട് കൂടിയിട്ട്, സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയിട്ടുള്ള ഹജ്ജ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമീൻ ആമീൻ ഇൻഷാ അല്ലാഹ്.